ദൈവത്തെക്കാൾ കൂടുതൽ ആരെയും സ്നേഹിക്കരുത്. നിങ്ങളാരും വീട്ടിൽ ചെന്ന് പറയരുത്, ഇന്ന് കോട്ടയത്തുനിന്ന് ഒരാൾ പ്രസംഗിക്കാൻ വന്നു, അയാൾ പറഞ്ഞ് ആരെയും സ്നേഹിക്കരുതെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ദൈവത്തെക്കാൾ കൂടുതൽ ആരെയും സ്നേഹിക്കരുതെന്ന്. ഇത് ഞാൻ നിർമ്മിച്ചെടുത്ത ഒരാശയമല്ല. എന്നെക്കാളധികം, ബാക്കി പൂരിപ്പിക്കാൻ അറിയാവുന്നവർ പൂരിപ്പിക്കേ, അപ്പനെയോ അമ്മയെയോ ബാക്കി ഉണ്ടവിടെ, അങ്ങനെ ചെയ്യുന്നവൻ എനിക്ക് യോഗ്യനല്ല. പ്രൈസ് ദി ലോർഡ്. ഒരളവിൽ പറയുകയാണെങ്കിൽ എൻ്റെ പെറ്റതള്ളയെ പോലും ഒരു സമയത്തേക്ക് ഞാൻ ഒന്ന് ദുഃഖിപ്പിച്ചിട്ടാണ് എൻ്റെ പട്ടത്വവും സ്ഥാനമാനങ്ങളും ഒക്കെ വിട്ടത്. Not that I hated them, but I loved them less. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന അത്രയും ആ സമയത്ത് എൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും സ്നേഹിച്ചില്ല. അതുകൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ കാര്യത്തിൽ എല്ലാവരും വളരെ ഹൃദയകാഠിന്യമുള്ളവരായിരിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന് കൊടുക്കുന്ന അത്രയും സ്നേഹം മറ്റാർക്കും കൊടുക്കരുത്. 2, ദൈവത്തെ ഭയപ്പെടുന്ന അത്രയും മറ്റാരെയും ഭയപ്പെടരുത്. ഞാൻ പലരുമായിട്ട് ഇടപെട്ടിട്ടുള്ളൊരു മനുഷ്യനാണ്. ഈ പെന്തിക്കോസ്തുകാരെന്ന് പറയുന്ന ആളുകളുടെ ഒരു നല്ല പങ്ക് ആളുകൾ പിശാചിനെ ഭയപ്പെടുന്നവരും ദൈവത്തെ പേടിക്കാത്തവരും. പ്രൈസ് ദി ലോർഡ്. ഒരു ക്രിസ്തീയ സംസ്കാരം തന്നെ ഇന്ന് വരെ ഏറ്റെടുത്തിട്ടില്ലാത്ത ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി, ആ സഹോദരിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഞങ്ങളിങ്ങനെ ദൈവവിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഹോദരി എന്നോട് പറഞ്ഞു, എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം കുറയുന്നതായിട്ടൊരു ന്യൂസ് കേട്ടെന്ന്. ശ്രദ്ധിക്കണേ, വരുന്നവരവരുടെ ഇടം കണ്ടെത്തിയിരുന്നോളും. എവറസ്റ്റ് കൊടുമുടിയുടെ 29,000 ചില്ലുവാനും അടി ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം ഈ ഭൂചലനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതിനൊക്കെ പ്രസക്തി ഉണ്ട്. അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നെന്ന് ഗവേഷകന്മാർ കണ്ടെത്തി. ആ വിഷയമായി ഈ സഹോദരി പറഞ്ഞു. ഉടനെ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, ദൈവം ഭൂമിയെ കുലുക്കാൻ പോകുന്നു, അതിൻ്റെ നാന്ദിയായിരിക്കും അതെന്ന്. ഉടനെ ഈ സഹോദരി പറഞ്ഞേക്കണോ, അങ്ങനെയാണെങ്കിൽ എവറസ്റ്റിൻ്റെ പൊക്കം കുറഞ്ഞു വരികയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കയറാൻ സൗകര്യമുണ്ടല്ലോ. സത്യം എവിടെ കിടക്കുന്നു? മനുഷ്യൻ്റെ ചിന്താഗതി എവിടെ കിടക്കും? ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് മുഖവരയിൽ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ദൈവകാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഔദാര്യത്തിനോ നമ്മുടെ അഭിപ്രായത്തിനോ ഒന്നും വിട്ടു തന്നിരിക്കുന്ന കാര്യങ്ങളല്ല. Thus saith the Lord. കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നുവെന്നാണ്. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ധാരാളം പ്രവാചകന്മാരുണ്ട്. പക്ഷേ എല്ലാ പ്രവാചകന്മാരും നല്ലവരല്ല. കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ഒരു പ്രവാചകനെ ശരിക്കും വിലയിരുത്താൻ കഴിയുന്ന ഒരു മാനദണ്ഡം എന്താണ്? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം ഇടുകയാണ്. മറുപടി ഞാൻ തന്നെ അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു നല്ല പ്രവാചകൻ ഒരു ഫോർട്ടെല്ലർ ആയിരിക്കുന്നതിനേക്കാളധികം ഒരു ഫോർത്ത് ടെല്ലർ ആയിരിക്കും. ഫോർത്ത് ടെല്ലർ എന്ന് പറഞ്ഞാൽ ദൈവം കൊടുക്കുന്ന സന്ദേശം മാത്രം ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രതിനിധിയായി പറയുന്ന ആളാണ് ഫോർത്ത് ടെല്ലർ. അല്ലാത്ത ആൾ അങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു വെച്ച് കാലാവസ്ഥക്കാരൻ്റെ പ്രവചനം പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. പെയ്യാതിരിക്കുകയാണെങ്കിൽ പറയും മേഘം ബംഗാൾ ഉൾക്കടലിൽ ഉൾക്കൊണ്ടതായ ആ കാറ്റ് വേറൊരു സ്ഥലത്തോട്ട് പോയെന്ന് പറയും. ദൈവവചനം മനുഷ്യൻ്റെ അഭിപ്രായത്തിന് വിട്ടിരിക്കുന്ന കാര്യമല്ല. ഇത് ദുരുപദേശ ഖണ്ഡനം ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെല്ലാം വീർത്ത് കെട്ടി ഇവിടെ ഇരിക്കണമെന്ന് അർത്ഥമില്ല. എല്ലാവരും ഈസി ആയിട്ട് സ്മൈലിംഗ് ആയിട്ടൊക്കെ ഇരുന്ന് ഇത് കൈകാര്യം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ മുമ്പേ രായൻ സാറ് ഈ കിഴവിക്കഥകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ അച്ഛന്മാരെക്കുറിച്ച് ഒത്തിരി കഥകളുണ്ട്. ഞാനൊരു അച്ഛനായിരുന്നുകൊണ്ട് എനിക്ക് ആ മണ്ഡലത്തിൽ അച്ഛന്മാരെക്കുറിച്ചുള്ള ചില കഥകളൊക്കെ എനിക്കറിയാം.
ഒരിക്കലൊരച്ഛൻ ഒരു വീട്ടിൽ വഴക്ക് തീർക്കാൻ ചെന്നൊരു കഥയുണ്ട്. കപ്പ്യാരും പോയിട്ടുണ്ട്, കൂടെ പോയിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുക. അതുപോലെ ചൂടാ. അതിന് സമരി പറയാൻ അച്ഛൻ ചെന്നതാ. ആദ്യമായിട്ട് ഭാര്യയ്ക്ക് തൻ്റെ സങ്കടം ബോധിപ്പിക്കാൻ അവസരം കൊടുത്തു. അവൾ ഏങ്ങലടിയോടും കണ്ണുനീരിൻ്റെ സഹായത്തോടും കൂടെ തൻ്റെ ഭാഗത്തെ നിഷ്കളങ്കത അച്ഛൻ്റെ മുമ്പിൽ വളരെ വിദഗ്ധമായിട്ട് തെളിയിച്ചു. അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞെന്നറിയോ? എൻ്റെ കുഞ്ഞെ, നിൻ്റെ ഭാഗത്താ സത്യമെന്നുള്ളത് നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ ഭർത്താവ് വളരെ വികാരവിവശനായിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് പറയാനുള്ളതോടൊന്ന് കേൾക്കണം. അയാൾ ഒട്ടും മോശക്കാരനല്ലായിരുന്നു. ആംഗ്യങ്ങളോടും ഭാവരസങ്ങളോടും കൂടി തൻ്റെ നിഷ്കളങ്കത അച്ഛൻ്റെ മുമ്പിൽ നന്നായിട്ട് പ്രകടിപ്പാക്കി. അയാൾ പറഞ്ഞു തീർന്ന ഉടനെ അച്ഛനെന്ത് പറഞ്ഞെന്നറിയോ? എൻ്റെ കുഞ്ഞെ, ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ, നീ പറഞ്ഞതാ സത്യമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായത് എന്ന് പറഞ്ഞു. കപ്പ്യാർ കുറച്ചുകൂടെ നീതിബോധമുള്ളൊരു മനുഷ്യനായിരുന്നു. കപ്പ്യാരെന്ന് പറഞ്ഞെന്നറിയോ? അച്ചോ, കൂടി പറയരുത്. അത് കേൾക്കുമ്പോൾ അതാ ശരിയെന്നും ഇത് കേൾക്കുമ്പം ഇതാ ശരിയെന്നും പറയരുത്. നമുക്കൊരു തത്വം ഉണ്ടായിരിക്കും. ഉടനെ അച്ഛൻ പറയാ, നീ പറഞ്ഞതാ ശരിയെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഒത്തിരി ആളുകൾ, പ്രവാചകന്മാരുമുണ്ട്, പുരോഹിതന്മാരുമുണ്ട്, മനുഷ്യരൂപം പ്രാപിച്ച ഒത്തിരി ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത്, ദൈവകാര്യം നമ്മുടെ അഭിപ്രായത്തിനോ ഔദാര്യത്തിനോ വിട്ടിരിക്കുന്ന കാര്യമല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് എനിക്ക് ഇത്തിരി മൂലഭാഷയൊക്കെ അറിയാം കേട്ടോ. എക്സ് നിഹിലോ എന്നാണ് ഗ്രീക്കിൽ അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. നിഹിലോ മീൻസ് നിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചെന്നാണ്. ആശാരിക്ക് തടി വേണം, കൊല്ലൻ ഇരുമ്പ് വേണം, തട്ടാന് പൊന്ന് വേണം പണിയാൻ. എന്നാൽ ദൈവത്തിന് ഒന്നും വേണ്ട. ഉപാധികളൊന്നുമില്ലാതെ ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചു. അങ്ങനെ ഒരു പാട്ടില്ലേ, ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ സൃഷ്ടിച്ചു നിത്യമാ നിന്റെ പുത്രനെ തന്നു നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ബിലങ്കേറി പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. അപ്പോൾ ഈ ഭൗതികമായ ഈ പ്രപഞ്ചം ഇല്ലാതിരുന്നപ്പോൾ ദൈവപുരുഷനായ മോശെ അതേക്കുറിച്ച് 90-ാം സങ്കീർത്തനത്തൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും നീ ഭൂമിയെയും നോക്കണേ. ഈ ഭൂമി ഒരു ഗോളാകൃതിയിലുള്ളതാണെന്നുള്ളതിനാണ് മണ്ഡലം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതൊക്കെ സയൻറ്റിസ്റ്റൊക്കെ അടുത്ത കാലത്താണ് കണ്ടുപിടിച്ചത്. എന്നാൽ ദൈവപുരുഷനായ മോശെ ആത്മാവിൽ പാടിയപ്പോൾ ഭൂമണ്ഡലമാണെന്ന് അന്ന് തന്നെ കുറിച്ചു വെച്ചു. ഒന്നും തിരുത്തേണ്ടി വന്നില്ല. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ സൃഷ്ടികൾ മുഴുവൻ ദൈവത്തിൻ്റെ പ്ലാനിലും ഡിസൈനിലും പെട്ടതാണ്. നമ്മളാരും അഭിപ്രായം പറയാനൊന്നും അവിടെ ചെന്നില്ല. അന്ന് നമ്മളില്ലായിരുന്നു. രണ്ടാമത്, സകല സൃഷ്ടികളെയും പശ്ചാത്തല രൂപത്തിൽ സൃഷ്ടിച്ചതിന് ശേഷം ഇതിനെ വാഴുവാൻ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ദൈവത്തിൻ്റെ ബിലവഡ് ക്രിയേഷനായിട്ട് മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു. കുരങ്ങിനെ സൃഷ്ടിക്കാനും ആനയെ സൃഷ്ടിക്കാനും ഒന്നും ത്രിയേകത്വം കൂടിയതായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല.
എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്ന വിഷയത്തിൽ ത്രിയേകത്വം കൂടി ആലോചിച്ചു. കം, മൂവരും തമ്മിൽ തമ്മിൽ ക്ഷണിച്ചു. ലെറ്റ് us make man in our own image. നമുക്ക് നമ്മുടെ ആത്മസ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ പ്ലാനാണ് നടക്കുന്നത്. ഇല്ലായ്മയിൽ നിന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോഴും മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും എല്ലാം ദൈവത്തിൻ്റെ പ്ലാനാണ് അവിടെ ഏകമായി നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ദൈവവിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ സംഭാവനകളൊന്നും ഇടരുത്. ഞാൻ പശ്ചാത്തലം പ്രസംഗിക്കുന്നത് കൊണ്ട് ചിലർക്ക് രസമായിട്ട് തോന്നുന്നില്ലായിരിക്കാം. മോശ ആദ്യം കിട്ടിയ കൽപ്പലക എറിഞ്ഞുടച്ചു. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടല്ലേ? മുമ്പിലത്തെ പോലെ 2 പലക ചെത്തി മിനുക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുവരാൻ കൽപ്പലകയാണ്, ടാബ്ലറ്റ്സാണ്. ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഗുളികയല്ല കേട്ടോ, ടേബിളിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുത്തതിന് ടാബ്ലറ്റ് എന്ന് പറയും. അവിടെ മോശ പർവ്വതത്തിലേക്ക് 2ാമത് ഈ കൽപ്പലകൾ കൊണ്ടുചെല്ലുമ്പോൾ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. അതിനകത്ത് കുറഞ്ഞ പക്ഷം ഡേറ്റും പ്ലേസും ഒന്ന് എഴുതുന്നതിന് തെറ്റുമല്ലോ ഉണ്ടായിരുന്നു? മൗണ്ട് സീനായി മല, ഡേറ്റ്, ആണ്ട് മാസം തീയതി, ഇങ്ങനെ വല്ലതും കുറിച്ചുകൊണ്ടാണോ മോശ കയറിപ്പോയത്? നോ. ആ പലകയിൽ ഒരു അച്ചും പുള്ളിയും ഒരു കുത്തും പുള്ളിയും പോലും മോശക്കിടാൻ അവകാശമില്ലായിരുന്നു. അതിന്മേൽ മുഴുവൻ എഴുതിയത് ദൈവമാണ്. പഴയ നിയമത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അനുശാസനങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന് പറയുന്നത് അതിനോട് മനുഷ്യൻ്റെ അഭിപ്രായങ്ങളൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. കീൻ അറ്റൻഷൻ വേണം കേട്ടോ, കാരണം ഞാൻ ഉപദേശമായി പറയുന്നു. നമ്മുടെ ഔദാര്യത്തിന് വിട്ടു തന്നിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട്, അല്ലാത്തതുകൊണ്ട്. ഞാൻ പലപ്പോഴും ഈ കൊച്ചു കാര്യങ്ങളിൽ നിന്ന് വലിയ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ കൺവെൻഷനൊക്കെ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൊച്ചു ഉദാഹരണം പറയും. ഈ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് പേ ചെയ്യാനായിട്ട് ഞാൻ കറുകച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് താമസിക്കുന്നത്, ചമ്പക്കര. വീട്ടിലാരും പോകാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് മിക്കവാറും ഞാനാണ് പോയി അത് ബില്ല് പേ ചെയ്യുന്നത്. അപ്പം ഞാനൊരു കാനമച്ചനാണെന്നോ സുവിശേഷകനാണെന്നോ ഒന്നും അവിടെ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ ക്യൂവിൻ്റെ ഏറ്റവും പുറകിലൊക്കെ ആയിരിക്കും എനിക്ക് സ്ഥലം കിട്ടുന്നത്. ഞാൻ നോക്കുമ്പം വലിയ കപ്പട മീശയൊക്കെ വെച്ച് ആളുകളുണ്ടല്ലോ, ആർക്കും കീഴ്വഴങ്ങാത്തവരും ആരെയും പേടിക്കാത്തവരൊക്കെ ഉണ്ട്. അവർ ഭവ്യതയോടെയാണ് ഈ ക്യൂവിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് വിചിത്രമായൊരു ചിന്ത എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. നാളെ മുതൽ നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു വിജ്ഞാപനം, ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുകയാണെന്നിരിക്കട്ടെ. ഇലക്ട്രിസിറ്റിയുടെ ബില്ല് മനസ്സുള്ളവർക്ക് മാത്രം അടയ്ക്കാം, അത് അടയ്ക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് മാത്രം അത് അടയ്ക്കാം, അത് നമ്മുടെ താല്പര്യത്തിന് വിട്ടിരിക്കുന്നു എന്നൊരു വിജ്ഞാപനം അങ്ങനെ ഉണ്ടായിട്ടില്ല. ലോകാവസാനം വരെ അത് ഉണ്ടാകുകയുമില്ല. അഥവാ ഇനി അങ്ങനെ ഉണ്ടായാലുണ്ടല്ലോ ഒറ്റ മനുഷ്യൻ അവിടെ കാണുക. എന്നാൽ ഈ മീശയൊക്കെ പിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആ ബില്ലിൻ്റെ ഒരു വശത്ത് എഴുതിയിട്ടുണ്ട് പിഴ കൂടാതെ അടയ്ക്കേണ്ട ഡേറ്റ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ താഴോട്ട് നോക്കിയപ്പം ഫ്യൂസ് ഉരുക്കൊണ്ട് പോകുന്ന ഒരു ഡേറ്റ്. എടാ, ലോകത്തിലെ കാര്യത്തിന് വരെ ഫ്യൂസ് ഊരുന്നതിനെ നീ പേടിക്കുമെങ്കിൽ നിന്റെ മൊത്തം ഫ്യൂസ് ഊരാൻ കഴിവുള്ള ഒരുത്തൻ നിന്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടെന്നുള്ള വിവരം നീ എന്താ കൂടെ കൂടി ഇങ്ങനെ മറന്നു പോകുന്നത്? ഞാൻ വീണ്ടും പറയട്ടെ, ഇത് നമ്മുടെ ഔദാര്യത്തിന് വിട്ടിരിക്കുന്ന കാര്യമല്ല. ഇത് ഭയത്തോടും നടുക്കത്തോടും കൂടെ
കേട്ട് അനുസരിക്കേണ്ട ദൈവത്തിൻ്റെ ആജ്ഞകൾ. എനിക്ക് ഈ കൊച്ചു കഥകൾ ഇഷ്ടമാണ്. കഥകളെന്ന് പറഞ്ഞാൽ വളിപ്പല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചുമ്മാ വൃത്തികെട്ട കഥകൾ, ഓരോരുത്തർ സെക്സിനെ ഉണർത്തുന്ന കഥകൾ, തെറ്റായ രീതിയിലേക്ക് മനുഷ്യരുടെ മനസ്സിനെ ഇങ്ങനെ ചായച്ചു കൊണ്ടുപോകുന്ന കഥകളൊക്കെ നമ്മുടെ പാസ്റ്റർമാർ വരെ അങ്ങനെയുള്ള വൃത്തികെട്ട കഥകൾ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഐ ഡോണ്ട് എഗ്രി, എനിക്കിഷ്ടമല്ലത്. എന്നാൽ എനിക്ക് ഹ്യൂമർ ഇഷ്ടമാണ്, നിർദോഷമായ ഫലിതങ്ങൾ എനിക്കിഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു ഫലിതം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അച്ഛൻ അഭിപ്രായം പറയാൻ പോയാൽ അതൊരു ഫലിതമാണ്. വേറെ ഒരു കൊച്ചു ഫലിതം കൂടെ പറയാം. ഒരിക്കൽ ഒരു വീട്ടിൽ നല്ല തടി കൊണ്ടുവന്ന് ആ തടി ഉപയോഗിച്ചൊരു പറ പണിയാൻ. ഇപ്പം നമുക്ക് ഈ തലമുറയിൽ അങ്ങനെ പറയൊന്നും അങ്ങ് കാണുന്നില്ല. പണ്ടൊക്കെ ധാന്യം വളക്കാനൊക്കെ പറകൾ ഉപയോഗിച്ചിരുന്നു. അപ്പം നല്ല തടി ഒരു വീട്ടുകാരൻ കൊണ്ടുവന്ന് ഒരു ആശാരിച്ചെറുക്കനെ പണിയാൻ അത്ര കഴിവായിട്ടില്ല, അവനെ ഏൽപ്പിച്ചു. പറ പണിയാനാണ്. ഒടുവിൽ പണി എത്രത്തോളമായെന്ന് അറിയാനായിട്ട് വീട്ടുകാരൻ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവന് പണി ശരിക്കറിയാൻ വയ്യാത്ത കൊണ്ട് എറിച്ചെറിച്ചങ്ങ് കളയുക, അങ്ങ് തെറിച്ചങ്ങ് പോവുക. ഉളിയും കൊട്ടുവടിയൊക്കെ കയ്യിലുണ്ട്, വെച്ചങ്ങ് പണിയുക. വീട്ടുകാരനങ്ങ് സങ്കടമായി. പറ പണിയാൻ കൊടുത്തതാണ്, പണി എങ്ങും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല തടി മിക്കവാറും അങ്ങ് തീരാറായി. ഇങ്ങനെയാണോടാ പറ പണിയുന്നതെന്ന് ചോദിച്ചപ്പോൾ പണിക്കാരൻ പറഞ്ഞ മറുപടി കേൾക്കണം. എൻ്റെ സാറേ ക്ഷമിക്കണം, തടിയെല്ലാം തീർന്നെങ്കിലും ഉള്ളത് കൊണ്ട് ഞാനൊരു ചെറിയ പമ്പരം ഉണ്ടാക്കി തരാം. പറ പണിയാൻ ഏൽപ്പിച്ചതാ, ഇപ്പം എന്തോ പറയുന്നേ, പമ്പരം ഉണ്ടാക്കി തരാം. ഈ കളിയൊന്നും ദൈവത്തിൻ്റെ അടുക്ക നടക്കത്തില്ല. അവൻ പറ പണിയാനാണ് എന്നെയും നിന്നെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ നമ്മുടെ പമ്പരത്തെ കറങ്ങുന്നവനല്ലവൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവവചനം എന്ന് പറയുന്നത് ഈക്വൽ ടു ഗോഡ്. ദൈവം ശബ്ദരൂപമായി അവതരിക്കുന്നതാണ് വചനം. മനസ്സിലാകുന്നുണ്ടോ? ദൈവം ശബ്ദത്തിൻ്റെ വേഷത്തിൽ അവതരിക്കുകയാണെങ്കിൽ അതാണ് വചനം. ദൈവം വെളിച്ചത്തിൻ്റെ രൂപത്തിൽ അവതരിക്കുകയാണെങ്കിൽ അതാണ് പരിശുദ്ധാത്മാവ്. അവിടെ ഏതാണ്ടൊക്കെ അമംഗള സംഭവങ്ങൾ ഇങ്ങനെ നിങ്ങൾ കണ്ടു, പക്ഷേ ഞാൻ കണ്ടില്ല. എന്തൊക്കെയോ ഇങ്ങനെ ബഹളമൊക്കെ കേട്ടു. ഒരു കോടതിയിൽ, ഞങ്ങളുടെ അടുത്ത് കോട്ടയത്ത് കോടതിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അവിടുത്തെ ചില കാര്യങ്ങളൊക്കെ അറിയാം. വക്കീലന്മാരൊക്കെ കിടന്നുകൊണ്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കി വാദിക്കും. വലിയ ഷൗട്ടിങ്ങും ലോ പുസ്തകം വലിച്ചെറിയൊക്കെ ആയിരിക്കും ചില വക്കീലന്മാർ. അന്നേരം വിചാരിച്ചോണം പുള്ളിക്ക് പോയിൻ്റൊന്നുമില്ലെന്ന്. ഷൗട്ടിങ് കൂടുമ്പോഴേ വിചാരിച്ചോണം കയ്യിൽ പോയിൻ്റൊന്നും ഇല്ലെന്ന്. വക്കീലന്മാരുമൊക്കെ ബഹളം ഉണ്ടാക്കി. അതിനിടയ്ക്ക് നിങ്ങളുടെ ഈ മധ്യാഹ്നത്തോട് അടുക്കുമ്പോൾ നിങ്ങളുടെ ഈ ക്ഷീണമുണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഞാനൊരു കാര്യം പറയാം. ഒരു വലിയ ധനികൻ തൻ്റെ ഒരു കള്ളക്കേസിന്, കുറച്ച് വസ്തു കൈവശപ്പെടുത്താനുള്ള ഒരു കേസിന് ഒരു പാവപ്പെട്ടവനെ പിടിച്ച് കള്ളസാക്ഷി വെച്ചു. ഈ പാവപ്പെട്ടവൻ ഈ കുടുംബത്തിൻ്റെ ഒരു ആശ്രിതനാണ്. അതുകൊണ്ട് ഇയാളത് പറയുന്ന പോലെ ചെയ്യാതിരിക്കാനൊക്കത്തില്ല. അയ്യോ എൻ്റെ സാറേ, എനിക്ക് കേസൊന്നും അറിയത്തില്ല, ഞാൻ എന്തുവാ പറയേണ്ടത്? ഉടനെ മുതലാളി പറഞ്ഞു, നീ അവിടെ കയറുമ്പോൾ നീ അങ്ങ് സാക്ഷി അങ്ങ് പറഞ്ഞിച്ചാൽ മതി. നീ ഇതൊക്കെ കണ്ടതാണെന്നും നിനക്കിത് അറിയാമെന്നും ഒക്കെ നീ അങ്ങ് പറഞ്ഞാൽ മതി, അത്രയും ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. സാക്ഷി പറയാൻ ഇവനെ കയറ്റി വിട്ടതാണ്. ആദ്യമായിട്ട് കോടതി കയറുന്ന ആ അനുഭവത്തിൽ അധികൃതരെയൊക്കെ കണ്ടപ്പോൾ ഇയാൾ വിറയ്ക്കാൻ തുടങ്ങി. മജിസ്ട്രേറ്റിനെയും അതുപോലെ ആളുകളെയും എല്ലാം കൂടെ കണ്ടപ്പം ഈ പാവപ്പെട്ടവൻ അവിടെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി.
ഉടനെ അവിടെ ഇരുന്ന് മജിസ്ട്രേറ്റ് എന്ത് പറഞ്ഞെന്നറിയാമോ? എടോ, തന്നെ കാണാനല്ലടോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, തനിക്ക് കോടതിയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞത് തനിക്ക് കോടതി മുമ്പാകെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനാണ് പറഞ്ഞത്. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനാണ് പറഞ്ഞത്. ഇയാളെ കയറ്റി വിട്ടത് എന്തിനാ? നമ്മുടെ കേസ് സംബന്ധിച്ച് നിനക്കറിയാവുന്ന പറയണമെന്ന് പറഞ്ഞാൽ കയറ്റി വിട്ടത്. ഇപ്പം മജിസ്ട്രേറ്റ് പറയുന്നു നിനക്ക് എന്തെങ്കിലും പറയാൻ, നിൻ്റെ കാര്യം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ആ സൗകര്യം ഉപയോഗിച്ച് ഇയാൾ എന്ത് പറഞ്ഞെന്നറിയാമോ? ബഹുമാനപ്പെട്ട കോടതി, ഒരു സഹായം ചെയ്യണം, കല്യാണപ്രായമായ 2-3 പെൺപിള്ളേർ വളർന്നു നിൽപ്പുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. കോടതിയുടെ ചരിത്രത്തിൽ ഇത്രയും ആളുകൾ ചിരിച്ചിട്ടില്ല. അയ്യോടാ, ഇയാളെ ആരാ സാക്ഷി പറയാനായിട്ട് കയറ്റി ഇങ്ങോട്ട് വിട്ടത്? അയാൾ അവിടുന്ന് ഇറങ്ങി ചെല്ലുമ്പം കയറ്റി വിട്ട പുള്ളിയുണ്ടല്ലോ, താൻ എൻ്റെ കേസ് മുഴുവൻ തൊലച്ച് കളഞ്ഞില്ലേടോ, ഇങ്ങനാണോ സാക്ഷി പറയുന്നത് എന്ന് ചോദിച്ചപ്പം ഈ പാവപ്പെട്ടവൻ പറഞ്ഞേക്കണോ, എൻ്റെ കുഞ്ഞെ എന്നോട് കോപിക്കല്ലേ, എൻ്റെ സ്വന്തം കാര്യം പറഞ്ഞിട്ട് എടുക്കുന്നില്ല, നേരം വല്ലവരുടെ കാര്യം പറഞ്ഞാൽ അവരെടുക്കും. ഏതിൻ്റെ ഇൻറ്റൻഷൻ നമ്മൾ മനസ്സിലാക്കണം. എന്താ ദൈവവചനം? അതാരുടെ വചനമാണ്? അതാരെയാണ് ഏൽപ്പിച്ചത്? അത് എന്തിനു വേണ്ടിയാണ് ഏൽപ്പിച്ചത്? ഇതൊക്കെ മനസ്സിലാക്കാതെ വചനം കൈകാര്യം ചെയ്താൽ ആകെ കുഴച്ചിലായി തീരുമെന്നുള്ള സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ പശ്ചാത്തലമാണ് പ്രസംഗിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെ ആലോചനയാണ്, ദൈവത്തിൻ്റെ ആലോചന. ഞാൻ പൗലോസ്ലിഹായെ കുറിച്ച് ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്നത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ആ ഭാഗം വിടുന്നു. 13ാമത്തെ അപ്പോസ്തലനായിട്ട് വന്ന ആളെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇദ്ദേഹം ദൈവത്തെക്കാൾ കൂടുതൽ ആരെയും ഭയപ്പെടാത്തവനും ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കണമെന്ന് ദൃഢനിശ്ചയമുള്ളവനുമായ ഒരു അപ്പോസ്തലനായിരുന്നു. ആര്? പൗലോസ്. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെന്നും പറഞ്ഞ് തുടങ്ങിയ ആ പുസ്തകത്തിൽ ഇദ്ദേഹം 9ാം അധ്യായത്തിൽ രംഗപ്രവേശം ചെയ്തിട്ട് പിന്നെ അപ്പോസ്തല പ്രവൃത്തി തീരുന്നത് വരെ ഇദ്ദേഹത്തിൻ്റെ ചരിത്രമാണ്. ഹി വാസ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്. അത് ഒടുവിൽ വന്ന അപ്പോസ്തലനാണെങ്കിലും മറ്റുള്ളവരെക്കാൾ അദ്ദേഹം വലിയവനായി. എനിക്ക് പൗലോസിനോടുള്ള ഒരു പ്രത്യേക ബഹുമാനം ഞാൻ നിങ്ങളോട് പറയാം. അതുകൊണ്ട് എനിക്ക് പത്രോസിനോടുമൊക്കെ പിണക്കാമെന്നൊന്നും ആരും ധരിക്കരുത്. എനിക്ക് പൗലോസിനോട് ഏതാണ്ട് ഒരു ആത്മബന്ധം പോലെ തോന്നിയിട്ടുണ്ട്. അത് ഞങ്ങൾ വന്ന വഴിയുടെ സാമ്യമായിരിക്കുമെന്ന് തോന്നുന്നു. ആരുടെ ഭാഗത്ത് ഉപദേശപ്പെശക് കണ്ടാലും ഇത് എന്ത് ചെയ്യുമെന്നറിയോ? തിരുത്തും, ക്വസ്റ്റ്യൻ ചെയ്യും. കത്തോലിക്ക സഭയോട് കൂറുള്ള അല്ലെ അവിടുത്തെ അംഗങ്ങളായിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ പിണങ്ങരുത്. കത്തോലിക്ക സഭയുടെ ഒരു ഉപദേശം അതിപ്പോഴും നിലനിർത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പോപ്പ് ഇൻഫാലിബിളാണ്. പത്രോസ് അദ്ദേഹത്തിൻ്റെ പിൻഗാമി പോപ്പാണ്. അദ്ദേഹം തെറ്റുകയില്ല, ഉപദേശത്തിൽ തെറ്റുകയില്ല. ജീവിതത്തിൽ ഒരുപക്ഷെ തെറ്റിയാലും ഉപദേശത്തിൽ തെറ്റുകയില്ല എന്നാണ് റോമൻ കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കൽ. എന്നാൽ പോപ്പുമാർ തെറ്റിയ കാര്യം ഇപ്പം ഞാനിവിടെ പ്രസംഗിക്കുന്നില്ല, അതെൻ്റെ വിഷയമല്ല. എന്നാൽ പത്രോസ് ഉപദേശത്തിൽ തെറ്റിയ വിവരം വേദപുസ്തകത്തിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ പത്രോസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരച്ഛനെ ഞാൻ അവതരിപ്പിച്ചില്ലേ, ആ അച്ഛനെ പോലുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. ഉള്ളിൽ സത്യമറിയാം, കർത്താവ് നിരപരാധിയാണെന്നും അറിയാം, അതിനല്ലേ പുറകെ നടന്നത്. ഉടനെ ഒരു സ്ത്രീ ഇവൻ്റെ പരുങ്ങലൊക്കെ കണ്ടിട്ട് പറഞ്ഞു, നീ അവൻ്റെ ശിഷ്യനാണോ? ഉടനെ അഭിപ്രായം മാറ്റി തള്ളിപ്പറഞ്ഞു. ഉടനെ പട്ടാളക്കാരതിലെ വന്നു. അവരുടെ നോട്ടവും ചോദ്യവും കൂടെ എല്ലാം കണ്ടപ്പോഴത്തേക്ക് ഇയാൾ കുറച്ചുകൂടെ ഭയപ്പെട്ടു. നിന്നെ അവൻ്റെ കൂട്ടത്തിൽ കണ്ടതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നല്ലോ. ഉടനെ അവർക്ക് ഉറപ്പ് കൊടുക്കാനായിട്ട് പ്രാകുകയും ആണയിടുകയൊക്കെ ചെയ്തു. സത്യം ഉള്ളിലുണ്ടെങ്കിലും
അതിനെ ബലമായി പിടിക്കാനുള്ള ആത്മധൈര്യം പത്രോസിന് ഇല്ലാതെ പോയി. എൻ്റെ ആശയം ഞാൻ വ്യക്തമാക്കാം. പൗലോസിനെ പോലെ തന്നെ ഉപദേശത്തിൻ്റെ സത്യം, അതിൻ്റെ നിശ്ചയം പത്രോസിനും ഉണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് ഒരു പുതിയ സൃഷ്ടിയാണെന്നും പഴയത് കഴിഞ്ഞു പോയെന്നും ക്രിസ്തുവിൽ ജാതി വ്യത്യാസമില്ലെന്നും ഒക്കെ വേദപുസ്തകം നന്നായി, പ്രത്യേകിച്ച് യേശു പഠിപ്പിച്ചതും പുതിയ നിയമം അനുശാസിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ പത്രോസിന് അറിയാം. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ എൻ്റെ കൊച്ചു പ്രായം മുതൽ ഒരു വായനപ്രിയനായി. വായനപ്രിയൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും വായിക്കും. വഴിക്ക് കിടക്കുന്ന കടലാസ് വരെ മറിച്ചിട്ട് വായിക്കുവാൻ. സന്യാസിമാരുടെ പ്രസംഗം കേൾക്കാൻ പോവും, അച്ഛന്മാരുടെ പ്രസംഗം കേൾക്കാൻ പോവും. എന്തിനു വേണ്ടിയോ ഒരു ദാഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ പലതും എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു കൊച്ചു പ്രായത്തിൽ. എൻ്റെ അമ്മ വളരെ ദൈവഭക്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു. അമ്മ മരിച്ചുപോയി. എനിക്ക് ശേഷം രണ്ടാമത് സ്നാനപ്പെട്ടത് എൻ്റെ അമ്മയാണ്. എൻ്റെ അപ്പൻ ഒരു രോഗിയായി നേരത്തെ മരിച്ചതുകൊണ്ട് അതെനിക്ക് അതിനുള്ള അവസരം ലഭിച്ചില്ല. എനിക്ക് 4 സഹോദരിമാർ. ആ 4 സഹോദരിമാർ ഇന്ന് പെന്തക്കോസ്ത് സത്യത്തിന് വേണ്ടി കുടുംബമായി നിൽക്കുന്നു. എനിക്ക് ഭാര്യയും 2 പെൺമക്കളും ഒരു മകനും ഉണ്ട്. അവരെ അങ്ങ് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അവരും കൃപയാൽ ഈ സത്യത്തിൽ തന്നെ ആയിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ അമ്മ ആ പള്ളി മെത്തേഡിൽ എഴുതപ്പെട്ട പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലുന്നതായ സമയത്ത് ഞാൻ അടുക്കലിരുന്ന് ഇതൊക്കെ ഇങ്ങനെ കേൾക്കും. പക്ഷേ അർത്ഥം അറിയില്ല പലതിൻ്റെയും. അതിലൊന്ന്, ആ നാളുകളിൽ എനിക്ക് ഒട്ടും പിടി കിട്ടാത്ത ഒരു കാര്യം ഇതായിരുന്നു. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ അവരെ പാർപ്പിക്കണമേ എന്ന് അമ്മ ചൊല്ലുമ്പോൾ എൻ്റെ ചിന്ത എന്നാണെന്നറിയോ? എല്ലാവരും കൂടെ ചെന്നാൽ ഇരിക്കാനുള്ള ഇട കിട്ടുമോ? 3 പേരുടെ മടിയിൽ നാട്ടുകാരെല്ലാം കൂടെ വന്നാൽ ഇരിക്കാനുള്ള സൗകര്യം കിട്ടുമോ എന്ന് അങ്ങനെ ചിന്തിച്ചതിന് എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? പക്ഷേ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ആർക്കും കഴിവില്ലായിരുന്നു. പിന്നെ വലുതായി വിവരങ്ങളൊക്കെ പഠിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അബ്രഹാമിൻ്റെ ലാപ്പല്ല, പിള്ളേരെ ലാപ്ടോപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന മടിയല്ല, അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ മടി, വിശ്വാസത്തിൻ്റെ പാത, അവിടെ എന്നെയും ചേർക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. കണ്ടോ, ഒരു കാര്യം മനസ്സിലാകാതിരിക്കുന്നതും തെറ്റായി ധരിക്കുന്നതും ഒക്കെ അപകടകരമായ കാര്യങ്ങളാണ്. അതുപോലെ ഞാൻ പറഞ്ഞില്ല, ഒത്തിരി ഹൈന്ദവ ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചവനും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നവനുമാണ്. ഞാൻ പല ഹിന്ദുക്കളോടും ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു ഓർത്തഡോക്സ് വൈദികനായിരുന്നു. ഞങ്ങളുടെ കാനോന് ഹൂദായ കാനോൻ എന്നാണ് പറയുന്നത്. ഹൂദായ കാനോൻ എനിക്ക് സുറിയാനിയൊക്കെ അറിയാം. മുസ്ലിം സഹോദരന്മാരിവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാം. ഷാരിയ എന്ന് പറയുന്നതാണ് അവരുടെ ലോ. ഏതെങ്കിലും ഒരു നടപടിക്രമം വരുമ്പോൾ മുസലിയാരെന്ത് പറയുന്നു, തങ്ങൾ എന്ന് പറയുന്നു എന്നുള്ളതല്ല, ഷാരിയ ലോ എന്ന് പറയുന്നു എന്നാണ്. അതുപോലെ തന്നെ ഒരു ഹൈന്ദവൻ, മതഭ്രാന്ത് കയറിയ ഹൈന്ദവനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവൻ്റെ ഒരു ഉപദേശപരമായ രീതിയിൽ പ്രമാണസഹിതം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഹിന്ദുവാണെങ്കിൽ അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അഭിപ്രായം പറയാതെ മനുസ്മൃതി എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, മനുസ്മൃതി, അയ്യോ മനുസ്മൃതി നല്ലൊരു ഗ്രന്ഥമാണ്. ഞാൻ പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പിന്നെ എന്നോട് സംസാരിക്കുകയില്ല. കാരണം മനുസ്മൃതിക്കകത്ത് എന്തോ എഴുതിയിരിക്കുന്നുള്ളത് എനിക്കറിയാം. ഈശ്വരൻ 4 ജാതികളെ സൃഷ്ടിച്ചെന്ന്, പൂജാരിയായിരിക്കാൻ ഒരു ജാതിയെ സൃഷ്ടിച്ചു, യുദ്ധം ചെയ്യാൻ ഒരു ജാതിയെ സൃഷ്ടിച്ചു, കൃഷിക്കും കച്ചവടത്തിനും വേണ്ടി അതിൻ്റെ താഴെ ഒരു ജാതിയെ സൃഷ്ടിച്ചു, ചവിട്ട് കൊള്ളാനായിട്ട് പറയുന്നേയും വില്ലേനെയും സൃഷ്ടിച്ചു. ഇതാ മനുസ്മൃതി. ഇതിനെ ആമയും പറയാൻ ആർക്ക് സാധിക്കും? സുബോധമുള്ള ആർക്ക് സാധിക്കും? എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ്ലീഹ ജ്ഞാനികളുടെ ദേശമായിരിക്കുന്ന അഥേനായിൽ, നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ തലമുതിർന്ന ഫിലോസഫേഴ്സ് എല്ലാം എഴുന്നേറ്റത് ഗ്രീസിൽ നിന്നാണ്. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, സെനഫോൺ,
തുടങ്ങിയ ഒരു നിര അവരുടെ നടുവിൽ പൗലോസ്ലീഹായ്ക്ക് പ്രസംഗിക്കാൻ അരയോപക കുന്നിന്മേൽ ഒരു അവസരം കിട്ടിയപ്പോൾ, നിങ്ങൾ പലപ്പോഴും ആ ഭാഗമൊക്കെ എടുത്തൊന്ന് വായിക്കണം കേട്ടോ. പൗലോസ്ലീഹ പറഞ്ഞ മനുഷ്യവർഗത്തിൻ്റെ കഥ അങ്ങോട്ട് തുടങ്ങിയ ഇങ്ങനെയാണ്: ഭൂതലത്തിലെങ്ങും കുടിയിരിക്കേണ്ടതിന് അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. എത്ര ജാതി? എത്ര ജാതി? 4 ജാതിയോ? പൗലോസ്ലീഹ എത്ര ജാതിയെക്കുറിച്ചാണ് പറഞ്ഞത്? മനുഷ്യജാതി എന്നൊരു ജാതി അല്ലാതെ വേറെ പിന്നെ 7 ജാതിയൊക്കെ ഉണ്ട് കേട്ടോ, അതിൽ കൂടെ പെടുന്നൊന്നുമല്ല. മനുഷ്യജാതിയെ ഉളവാക്കിയെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ചരിത്രത്തിനും ഭൂമിശാസ്ത്രത്തിനും ഒക്കെ ചേർന്ന സത്യമാണ്. അതിൻ്റെ മുമ്പിൽ ഒരു നീതിശാസ്ത്രവും ഒരു മതഗ്രന്ഥവും നിൽക്കുകയില്ല. അപ്പം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മനുഷ്യൻ ഒറ്റ ജാതിയാണ്. പിന്നത്തെ സാഹചര്യങ്ങളുടെ ഭേദങ്ങൾ കൊണ്ടും മറ്റും മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണ് മറ്റ് ജാതികളെല്ലാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ സത്യം അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. ക്രിസ്തുവിൽ യഹൂദനെന്നില്ല, യവനനെന്നില്ല, ശകൻ, ദാസൻ, സ്വതന്ത്രൻ, ബർബരൻ, അങ്ങനെ ഒന്നുമില്ല. ശമര്യനെന്നുമില്ല. ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ട് കഴിയുമ്പോൾ, ക്രിസ്തുവിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ഒറ്റ ജാതി. ഇതൊക്കെ വെച്ചോണ്ടാണ് നമ്മൾ പണ്ടൊരു പാട്ട് പാടുന്നില്ലേ, യഹോവ ദൈവമാം ഇതുപോലൊരു ജാതി. നല്ല പാട്ടാണ്. പക്ഷേ ഇന്നത്തെ പെന്തിക്കോസുകാരുടെയൊക്കെ ചില രീതി കാണുമ്പോൾ ഇതുപോലൊരു ജാതി ഉണ്ടോ എന്ന് ഞാനും അങ്ങ് ചോദിച്ചു പോകാറുണ്ട്. എന്നെപ്പോലെ ക്ഷമയുള്ള ഒരാളായതുകൊണ്ടാണ് ഈ പെന്തിക്കോസ് നിൽക്കുന്നത് കേട്ടോ. അല്ലേ ഇവിടുത്തെ ചിലരുടെ കാട്ടായം കാണിച്ചാൽ പലപ്പോഴും ഇവിടുന്ന് പോയാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പാരാ. ഇപ്പം ഭൂകമ്പത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു സേഫ് കോർണർ ഇല്ല. ഇളകാത്ത ഒരു സ്ഥലം കണ്ടുപിടിച്ച് പോയി നിൽക്കാവുന്ന കണ്ടാലുണ്ടല്ലോ, അവിടെ വിളകും. അതുകൊണ്ട് പിന്നെ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് മേലോട്ട് നോക്കി ദൈവത്തെ വിളിച്ചങ്ങ് പോകുന്നെന്നുള്ളതേ ഉള്ളൂ. 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ നിയമത്തിലെ ഇന്നലെ ഞാനൊരു പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഞാൻ കുറിച്ചു: നമ്മുടെ കർത്താവ് ദൈവസഭയ്ക്ക് പ്രമാണങ്ങൾ കൊടുത്തപ്പോൾ സ്നാനം, കത്തുമേശ തുടങ്ങിയ ഒരു സെക്ഷൻ, അതിന് സെറിമോണിയൽ കമാൻഡ്സ് എന്നാണ് പറയുന്നത്. സെറിമോണിയൽ കമാൻഡ്. നീ എത്ര ഭക്തനായാലും നീ വിശ്വസിച്ചനന്തരം നീ സ്നാനമേൽക്കണം. അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചോയ്സ് അല്ല, നിൻ്റെ ഔദാര്യത്തിന് വിട്ടിരിക്കുന്നതല്ല. നീ അത് ഏറ്റേ പറ്റൂ. അത് ഒരിക്കൽ മാത്രം. പിന്നെ മറ്റേത് അനുഷ്ഠാന കൽപ്പനകൾ ആണല്ലോ ആദ്യം ഞാൻ പറഞ്ഞത്. 2ാമത്തെ സെക്ഷൻ മോറൽ കമാൻഡ്സാണ്. നിങ്ങൾ തമ്മിൽ കൂടി വരുമ്പോഴൊക്കെയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴായി നമ്മൾ അനുഷ്ഠിക്കുവാൻ കർത്താവ് കൽപ്പിച്ചത്. ഇത് 2ഉം കൽപ്പനയാ, ഔദാര്യമല്ല. അത് വ്യത്യാസപ്പെടുത്തരുത്. ഞാൻ കേട്ടിട്ടുണ്ട്, ഈ വിദ്വാൻ കുട്ടി എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു പണ്ഡിതനും നല്ലൊരു കവിയും ഒരു ഭക്തനും ഒക്കെ ആയിരുന്നു. എന്നാൽ ചില കള്ളപ്രവാചകന്മാർ അദ്ദേഹത്തെ വഞ്ചിച്ചു. അതിൻ്റെ ഫലമായിട്ട് കള്ളപ്രവാചകന്മാർ ഇദ്ദേഹത്തെ ചതിച്ചുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? 6 വർഷത്തിനകം കർത്താവ് വരുമെന്ന് ഇയാൾ ഒരു പ്രവചനം, ഈ പ്രവാചകന്മാർ പറഞ്ഞ പ്രവചനം ഇയാൾ അങ്ങ് പ്രസംഗിച്ചു. ഉടനെ ആരോ ചിലർ ചോദ്യം ചെയ്തു, ഈ 6 വർഷത്തിനകം കർത്താവ് വരുമെന്നുള്ളത് ഉറപ്പാണോ? ഉടനെ വിദ്വാൻകുട്ടി പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു 6 മാസം കൂടെ പ്രാർത്ഥിച്ചു. 6-ൽ നിന്ന് 6 മാസം കൂടെ കുറച്ചാൽ പിന്നെ 5.5 അത് പിന്നെ 5.5 വേദക്കാരായി. നോക്കണേ, 6 വർഷക്കാരെന്നും പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അഭിപ്രായം മാറ്റി 5.5 ആണ്. ഇപ്പോഴും അവരുടെ അനുയായികളൊക്കെ ഞങ്ങളുടെ അടുക്കലൊക്കെ ഉണ്ട്.
അവരുടെ ശവസംസ്കാരമൊക്കെ നടത്തുമ്പോൾ ഈ കള്ളപ്രവചനം പറഞ്ഞ ആളുകളെ ശപിച്ചുകൊണ്ടാണ് ശവക്കുഴിയിൽ ഈ ഡെഡ് ബോഡി വെക്കുന്നത്. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? നേരായിട്ടങ്ങ് പോയാൽ പോരായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തോട് കൂട്ടരുത്, അതിൽ നിന്ന് ഒന്നും കുറയ്ക്കുകയും ചെയ്യരുത്. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ആഫ്റ്റർ ഓൾ ഇത് ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ്സാണ്. നമ്മുടെ അഭിപ്രായങ്ങളൊന്നും അതിനകത്ത് നമ്മൾ ചെലുത്തരുത്. മുമ്പേ രായൻ സാറ് ഒരു വാക്യം ഇവിടെ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തു. നിർമ്മതരായിരിപ്പിൻ എന്നൊരു വാക്യം അദ്ദേഹം പറഞ്ഞല്ലോ. ഒരു കള്ളപ്രവാചകൻ ഒരിക്കൽ പ്രസംഗിച്ചതാ. നിർമ്മതനായിരിപ്പിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു മതത്തിലും വിശ്വസിക്കരുതെന്നാണ്. എടാ മതം എന്നതാ, മതം എന്തുവാ? ഇതൊന്നും അറിയാൻ വയ്യാതെ അങ്ങ് പ്രസംഗിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം തമ്പുരാൻ്റെ കൃപയാൽ എനിക്ക് ഒത്തിരി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും അറിഞ്ഞിടത്തോളം ശരി അറിഞ്ഞതുകൊണ്ട് ഒരു കള്ളപ്രവാചകൻ്റെയും ചെപ്പടി വിദ്യ നമ്മുടെ അടുക്ക ചിലവാകുകയില്ല. അവൻ ഓരം ചേർന്നങ്ങ് പോവുകയുള്ളൂ. എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഞാൻ പത്രോസും പൗലോസും കൂടെ കണ്ടുമുട്ടിയ ആ രംഗം ഒന്ന് പറയട്ടെ. പത്രോസ് ഒരു വിൽ പവർ ഇല്ലാത്തവനായിരുന്നത് കൊണ്ട് സത്യം തനിക്ക് അറിയാമെങ്കിലും സത്യം പുലർത്തുവാൻ തനിക്ക് കഴിയാതെ പോയി ആദ്യം. അതുകൊണ്ട് ശമര്യര് തുടങ്ങിയ സാധുക്കളായ ആളുകൾ ചേർന്നതായ സഭകളുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ജെൻറ്റൈൽ ക്രിസ്ത്യൻസ്, അതായത് ജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികളായി തീർന്ന കോരിന്ത്യ സഭ തുടങ്ങിയ തെസലോനിക്ക, ഗലാത്യ തുടങ്ങിയ ആ സഭകളിലൊക്കെ താൻ ചെല്ലുമ്പോൾ, എൻ്റെ ഭാഷയാണ്, മേശയിലൊക്കെ നല്ല കാര്യമായിട്ട് ഇടിച്ച് ക്രിസ്തുവിൽ യഹൂദനെന്നില്ല യവനെന്നില്ല എന്നൊക്കെ പറഞ്ഞ് പത്രോസ് കാര്യമായിട്ട് പ്രസംഗിക്കും. അത് എനിക്ക് തോന്നുന്നു ഒരു മാസയോഗത്തിനായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. യഹൂദന്മാരും യവനന്മാരും എല്ലാം കൂടെ കൂടിയ ഒരു മാസയോഗത്തിനെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഈ യവന ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രസംഗിച്ച പോലെ ഇവിടെ പ്രസംഗിച്ചാലൊക്കെ തെളിയ. കാരണം യഹൂദ്യയിൽ നിന്ന് ചിലർ വന്നിട്ടുണ്ട്, ജൂയിഷ് ക്രിസ്ത്യൻസ് വന്നിട്ടുണ്ട്. അവരുടെ സഭകളിൽ ചെന്ന് പ്രസംഗിക്കുമ്പോൾ യഹൂദന്മാരായ നമുക്കൊരു പ്രത്യേകത ഉണ്ടെന്നും ജാതികളിൽ നിന്ന് വന്നവരെക്കാൾ നമുക്കൊരു പ്രത്യേകത ഉണ്ടെന്നും ഒക്കെയാണ് യഹൂദ ക്രിസ്ത്യാനികളുടെ ഇടയിൽ താനെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഭാഗ്യ ദോഷത്തിന് ഇപ്പോൾ രണ്ടുപേരും കൂടെ കൂടി ഒരു മാസയോഗത്തിന് പ്രസംഗിക്കേണ്ടതായിട്ട് വരും. പൗലോസോട്. അപ്പോൾ സാഹചര്യം കൊണ്ടുള്ള എൻ്റെ ഒരു വിധിയാണ് കേട്ടോ. അതുപോലെ ബൈബിളിൽ എഴുതിയിട്ടില്ല. ഭക്ഷണം കഴിക്കാതായപ്പോൾ മാസയോഗത്തിന് ഭക്ഷണം ഉണ്ടല്ലോ. പത്രോസിന് നല്ല വിശപ്പില്ലെന്നൊക്കെ പറഞ്ഞ് പത്രോസ് ഇങ്ങനെ കഴിക്കാതെ മാറി നിൽക്കുന്നു. പത്രോസിന് വയറ്റിലെന്തോ അസുഖമായിരിക്കും എന്ന് എല്ലാവരും അങ്ങ് വിചാരിച്ചു. പൗലോസിനിത് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ വിജാതീയ ക്രിസ്ത്യാനികളുടെ കൂടെ പന്തിഭോജനം നടത്തുന്നത് തെറ്റാണെന്ന് യഹൂദ ക്രിസ്ത്യാനികളെ താൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ അവർ പിടികൂടും. ഈ സൂത്രപ്പണി പൗലോസിന് മനസ്സിലായി. എല്ലാവരും കേൾക്കെ ഞാൻ അഭിമുഖമായി പത്രോസിനോട് എതിർത്തു നിന്നു. പത്രോസിൻ്റെ മൊറാലിറ്റി അല്ല, പത്രോസ് ദുർനടപ്പുകാരനായിരുന്നല്ല, ആ വഴിക്കുള്ള കാര്യങ്ങളൊന്നും അല്ല ഈ പറയുന്നത്. ഉപദേശ വിഷയത്തിൽ തെറ്റിയത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അത് പറയാൻ നട്ടലുള്ള ഒരുത്തൻ പൗലോസ് മാത്രമായിരുന്നു. പത്രോസ് അതിൻ്റെ മുമ്പിൽ അപ്പോളജൈസ് ചെയ്യും. അതിൻ്റെ മുമ്പിൽ തൻ്റെ നിലപാട് താൻ സമ്മതിച്ചു. അതുകൊണ്ട് ഒരു അപ്പസ്തോലൻ അവൻ എത്ര പ്രഗത്ഭനായാലും അവൻ ഉപദേശത്തിൽ തെറ്റിയാൽ അവനെ തിരുത്തുവാൻ അവകാശമുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസ് അത് ചെയ്തത് കൊണ്ട് സഭയ്ക്ക് അതൊരു വലിയ രക്ഷയായിട്ട് തീർന്നു. ഞാൻ ഇവിടെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ സോളമൻ പാസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു ടീ ബ്രേക്കിന് ഒരു ടൈമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കൂടുതൽ സമയം റോങ് ടീച്ചിങ്സിനെ ആസ്പദമാക്കി പിന്നാലെ സംസാരിച്ചു കൊള്ളാം. അതുകൊണ്ട് ഒരു ദൃഷ്ടാന്തം കൂടെ പറഞ്ഞ് ആ ഭാഗം നിർത്താൻ ഉദ്ദേശിക്കുക. മോശ സീനായ് മലയിലേക്ക് കയറിപ്പോയിരിക്കുക. എല്ലാവരും ആ കാഴ്ച ഒന്ന് കാണുക. ജനത്തിന് യുഗം മുഴുവൻ പാലിക്കുവാൻ ആവശ്യമായ പ്രമാണം പ്രാപിക്കാൻ പോയിരിക്കുകയാണ്. ജനം ജീവിക്കേണ്ടത് താഴ്വരയിലെ പ്രമാണം കൊണ്ടല്ല, ഉയരത്തിലെ പ്രമാണം കൊണ്ടാണ്.
മനുഷ്യനിൽ നിന്നുള്ള പ്രമാണം മതിയായിരുന്നെങ്കിൽ അഹറോനും മിറിയാമും കാലേബും യോശുവായും എല്ലാം കൂടി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ബൈലോസ് കൂടി പാസ്സാക്കിയാൽ മതിയായിരുന്നു. നോ, അവരൊക്കെ പാളയത്തിൽ ജീവിക്കട്ടെ, എന്നാൽ ജനത്തിൻ്റെ പ്രമാണം ഉയരത്തിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതാണ്. ഒരു 10-40 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ജനങ്ങൾ ബഹളം ഉണ്ടാക്കി. മോശയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾ അറിയുന്നില്ല. മോശയുടെ ആബ്സെൻസിൽ ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഞാൻ ആ ഭാഗം ചിലത് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ കുറഞ്ഞ പക്ഷം ഒരു മനുഷ്യരൂപത്തിലെങ്കിലും അത് വേണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് കാളയായിരിക്കട്ടെ എന്ന് തീരുമാനിച്ചത് നമ്മുടെ വല്യച്ഛനാണ്, അഹറോൻ. 4 കാലും വാലുമുള്ള ഒരു രൂപത്തെ ഉണ്ടാക്കി വെച്ചേച്ച് പറഞ്ഞതെന്നറിയോ, ഇതാ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ യഹോവ. എങ്ങനെ സഹിക്കും ഇത്? നിങ്ങളൊന്ന് പറഞ്ഞേ. സാരമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ ഏതാ ലോകത്ത് സാരമുള്ള വിഷയം? ദൈവത്തിൻ്റെ സ്തോത്രം. അത് കഴിഞ്ഞ് മോശയുടെ ആ മടങ്ങിവരവ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. മടങ്ങിവരവ്, ഒരു ബഹളം കേൾക്കാം. ബഹളം പലതും താൻ അനുമാനിക്കുന്നുണ്ട്. എൻ്റെ അസാന്നിധ്യത്തിൽ ശത്രുക്കൾ കയറി ഇവരെ ആക്രമിച്ചതാണോ? അങ്ങനെ കൊല്ലപ്പെട്ട ആളുകൾ കൂട്ടനിലവിളി നടത്തുന്ന ശബ്ദമാണോ ഞാൻ ഈ കേട്ടത്? അല്ല. ജയിച്ച് ആർപ്പിടുന്നവരുടെ ഘോഷമാണോ? അല്ല, അതൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗാനപ്രതികാരം ചെയ്യുന്ന ശബ്ദമാണ്. എന്തുവായി ഗാനപ്രതികാരം എന്നൊന്ന് പറയാം ആർക്കെങ്കിലും? മ്യൂസിക്കിനോടൊക്കെ ഒത്തിരി താല്പര്യമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഗാനപ്രതികാരം എന്ന് പറഞ്ഞാൽ പറയാമോ? ഒരു കൂട്ടം ആളുകൾ നിന്നുകൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ എന്ന് പറയുമ്പോൾ അപ്പുറത്തൊരു കൂട്ടർ നിന്ന് അവൻ്റെ എന്നേക്കുമുള്ളത്. ഇങ്ങനെ ഗാനവും പ്രതിഗാനവും കൂടെ ആൻറ്റിഫോണൽ സിംഗിങ് എന്ന് പറയും. അതായി കേൾക്കുന്നത്. ബ്രോനെ മോശ വിചാരിച്ചു ഞാൻ കയറിപ്പോയതിനിടയ്ക്ക് ഇതെന്നതായി സംഭവിച്ചത്? എന്നെ കൂടാതെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇറങ്ങിയോ? എന്തുവായി സംഭവിച്ചത് എന്നറിയാനായിട്ട് ചെന്ന പോണ്ടല്ലോ. കാളക്കിടാവിൻ്റെ ചുറ്റും കിടന്നുകൊണ്ട് ഗാനപ്രതിഗാനം നടത്തുക. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് പലക തെറിച്ചു പോയതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. എന്നാൽ ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ മോശമാര് വല്ലവരും ആയിരുന്നെങ്കിൽ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് ചിലരോട് പ്രത്യേകിച്ച് ചോദിച്ചറിഞ്ഞു ആരാ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്. വെല്ലിച്ചായന നമ്മുടെ അച്ചായന അല്ലേ? അയ്യോ, അത് ആരോടും പറയണ്ട കേട്ടോ. അച്ചായന ഇതിനകത്ത് ഇടപെട്ട് പോയത് കൊണ്ട് നമുക്കിത് ഒതുക്കി തീർക്കാം. ഇന്നത്തെ ആത്മീയ കോളം ഇങ്ങനെ പോകുന്നത്. വെല്ലിച്ചായനും വേണ്ടപ്പെട്ടവരും ഒക്കെ ഇതിനകത്ത് ഇടപെട്ടത് കൊണ്ട് നമുക്ക് കോംപ്രമൈസിലേക്ക് പോകാം. ഇല്ല, മോശയ്ക്കത് പറ്റില്ല. മോശ ദൈവകാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തവർ. അപ്പനെ അമ്മയെ നോക്കുന്നവനല്ല. അവനെ ചാകാതെ വളർത്തിയ പെങ്ങള്. സൗര്യമാരിഞ്ഞോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ചെങ്കടലിൽ കടന്ന ഉടനെ അമ്മച്ചി അന്നേരം പ്രായാധിക്യത്തിലിരിക്കുന്ന അമ്മച്ചിയാണെന്നുകൂടെ നിങ്ങൾ ഓർക്കണം. ദൈവം തമ്പുരാൻ ഈ വിടുതൽ നൽകിയതിൻ്റെ സന്തോഷത്തിൽ അമ്മച്ചി തപ്പൊക്കെ എടുത്തങ്ങോട്ട് കന്യമാർ പോലും ചാടാത്ത രീതിയിൽ അങ്ങോട്ട് ചാടി ദൈവത്തെ സ്തുതിച്ച അമ്മച്ചിയാ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, വഴിയാത്രയിൽ അമ്മച്ചി ഒരു തെറ്റ് ചെയ്തു. നാത്തൂമ്പോര് നടത്തി. അമ്മച്ചിയുടെ ഇളയ സഹോദരനായിരിക്കുന്ന മോശ ഒരു മിദ്യാന്യ പുരോഹിതന്റെ മകളെയാണ് കല്യാണം കഴിച്ചത്. അവർക്ക് ഞങ്ങളുടെ യഹൂദ കുടുംബത്തിൽ ജീവിക്കാനുള്ള യോഗ്യത ഇല്ലെന്നും പറഞ്ഞ് ഈ അമ്മച്ചി നാത്തൂമ്പോര് നടത്തി. വേദോത്തത്തിലുണ്ടോയെന്ന് നീ ഒന്ന് വായിച്ചു നോക്കണം. ഇത് ദൈവത്തിന് ഇഷ്ടമായില്ല. ദൈവം അവളുടെ കയ്യിൽ കുഷ്ഠം വരുത്തി. അവസാനം മോശയും അഹറോനും എല്ലാം കൂടെ നിലവിളിച്ച് ആ കുഷ്ഠരോഗം മാറ്റിയത്. മൂത്ത സഹോദരി തെറ്റ് ചെയ്തപ്പോൾ അവൾ തെറ്റുകാരിയാണെന്ന് മോശ അവളോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ അഹറോൻ തെറ്റ് ചെയ്തപ്പോൾ, ജനത്തെ തെറ്റിച്ചപ്പോൾ, അഹറോൻ്റെ മുഖത്ത് നോക്കി, മൂത്ത സഹോദരൻ്റെ മുഖത്ത് നോക്കി മോശ പറഞ്ഞത് എങ്ങനെയാണെന്ന് കേൾക്കണോ? അഹറോനെ, വലിച്ചായോ എന്നല്ല, അഹറോനെ, ഇവർ നിന്നോട് എന്ത് ദോഷം ചെയ്തെന്ന്, ഇവരെ ഇങ്ങനെ തെറ്റിക്കാൻ, ഇങ്ങനെ ഈ ഉപദേശ വിഷയത്തിൽ ഇവരെ ചതിക്കാൻ ഇവർ നിനക്ക് എന്ത് ദോഷം ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ, എടാ കൊച്ചനിയാന്നല്ല വിളിച്ചത്. ആ ഭാഗം അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറയാവോ അഹറോൻ്റെ പ്രതികരണം എന്തായിരുന്നെന്ന്? ഒന്ന് ഉറക്കെ പറഞ്ഞേ, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. യജമാനെന്ന്, നീ ദൈവത്തിന് വേണ്ടി നേരെ നിന്നാലുണ്ടല്ലോ, നിന്റെ മൂത്തച്ചായം വരെ വന്ന് നിന്നെ യജമാനെന്ന് വിളിക്കും. പ്രൈസല്ലോ. ഫിലിപ്പിയായിലെ ജയിലിൽ പൗലോസിനെയും ശീലാസിനെയും അടിച്ചേച്ച് നാളെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഒരു യജമാനന് വെളിയിൽ കിടപ്പുണ്ടായിരുന്നു, പോലീസ് യജമാനൻ. എന്നാൽ അന്ന് രാത്രി ദൈവശക്തി അവിടെ ഇറങ്ങിയപ്പോൾ പാതിരാ സമയത്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ? യജമാനൻ ദാസനുമായി, ദാസൻ യജമാനുമായി. വെളിയിൽ കിടന്ന യജമാന് ജയിലിനകത്ത് കിടന്നവരെ എന്തോ വിളിച്ചു, യജമാന്മാരെ എന്ന് വിളിച്ചു. നീ ഞാനും സത്യത്തിന് വേണ്ടി നേരെ നിൽക്കാമെങ്കിലുണ്ടല്ലോ, ലോകം നമ്മുടെ കാൽച്ചുവട്ടിൽ വരും. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. സത്യത്തിന് വേണ്ടി ആയിരിക്കണം നമ്മൾ നിൽക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പറഞ്ഞു വന്നത് പൂർത്തിയാക്കട്ടെ. അഹറോൻ മോശയ്ക്ക് യജമാനനെ എന്ന് വിളിച്ചു. എന്നിട്ട് മോശ അതെങ്ങനെ കൈകാര്യം ചെയ്തെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. അബദ്ധം പറ്റിയതാണ്. ഏതായാലും അച്ചായന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണല്ലോ, ആഴ്ചയിൽ ഒരിക്കൽ ആരാധിച്ചാൽ മതി, എല്ലാ ദിവസവും വേണ്ട എന്നും പറഞ്ഞൊരു കോംപ്രമൈസ് ചെയ്തു അവിടെ. നോ, ഒരച്ച് ഒത്തിരി പേരെ കുടിപ്പിച്ചെന്നാണ് പറയുന്നത്. മോശയുടെ ആ വൈരാഗ്യം, ഉപദേശ വിഷയത്തിൽ ദൈവത്തിന് വേണ്ടി തീഷ്ണത കാണിക്കുമ്പോൾ ഓരോ മനസ്സലിവും അവിടെ പ്രകടമാക്കുവാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലേ ഇസ്രായേലിൻ്റെ യാത്രയിൽ അന്നത്തെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഒരു കൊടിമരം ഉണ്ടാക്കി അതിന്മേൽ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ദൈവം കൽപ്പിച്ചു, അങ്ങനെ ചെയ്തു. അതിന് താൽക്കാലികമായ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നു, പ്രാവചനികമായ ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നു. പ്രാവചനിക ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും ഈ പഴയ പാമ്പാകുന്ന സർപ്പത്തിൻ്റെ ആ വിഷബാധയിൽ നിന്ന് അതേ സൗഖ്യം കിട്ടുമെന്നുള്ള പ്രവചന മർമ്മവും അതിനകത്തുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ ആവശ്യം കഴിഞ്ഞിട്ട് ആരാണ്ട് മിടുക്കന്മാർ, അതെൻ്റെ ഭാഷയാണ്, എന്ത് ചെയ്തെന്നറിയാമോ? ഈ താമ്ര സർപ്പത്തെ ആരും കാണാതെ പൊതിഞ്ഞു കെട്ടി സൂക്ഷിച്ചു. ആരും അറിയാതെ ഒരു കൊച്ചു കുരിയാലയൊക്കെ ഉണ്ടാക്കി യഹോവയെ ആരാധിക്കുന്നതിനിടയ്ക്ക് പാളയത്തിൽ ഒരു കൊച്ചു സർപ്പ ദേവനെയും ആരാധിക്കുക, അതിന് ധൂപം കാട്ടുക, ഇതൊക്കെ. ഇത് കേട്ടോ, നല്ല കൃപാവരങ്ങളൊക്കെ ഉള്ള പ്രവാചകന്മാരൊക്കെ അവിടെ ഉണ്ടായിട്ടും അവരാരും ഇത് പിടിച്ചില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ പിന്നെ എന്നാ ഇത് പിടിച്ചതെന്ന്? എൻ്റെ ദൈവമേ, എത്ര രാജാക്കന്മാർ മാറി വന്നു. ജ്ഞാനി എന്നറിയപ്പെട്ട ശലോമോൻ രാജാവിന് പോലും ഇത് വെളിപ്പെട്ടില്ല. ഒടുവിൽ ഭക്തനായ ഹിസ്കിയ രാജാവ് ദേശത്തെ ആരാധന വിഷയകമായി ശുദ്ധീകരിച്ച് ചെന്ന കൂട്ടത്തിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു മധുവഹൊക്കെ ഉണ്ടാക്കി നമ്മുടെ പാമ്പ് ദൈവത്തെ ആരാധിക്കുക. അപ്പം രാജാവ് ചോദിച്ചു കാണും, ഇതെവിടുന്ന്? അയ്യോ രാജാവേ, ഇതിനകത്ത് ഇടപെടരുത്, ഇത് നമ്മുടെ ദൈവദാസനായ മോശ ഉണ്ടാക്കിയതാ, ഒത്തിരി പഴക്കമുള്ളതായത്, ഇന്നും ഇന്നലെ ഉള്ളതല്ല. നമ്മളൊക്കെ ആണെങ്കിൽ പറഞ്ഞേനെ, ക്ഷമിക്കണം, പഴക്കമുള്ളതാണേ ഇരുന്നോട്ട്, കാരണം പാമ്പും പഴകിയാൽ നല്ലതാണെന്നൊരു പറച്ചിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ദർശനം പ്രാപിച്ചവന് അൺകംപ്രമൈസിങ് ആണ്, അവൻ വിട്ടുവീഴ്ചയുള്ളവനല്ല. ഹിസ്കിയാവ് നല്ല ഭക്തനാകട്ടോ, നല്ല ഭക്തനാ. ഈ ദാവീദ് രാജാവ് കഴിഞ്ഞാൽ പിന്നെ ഒരു രാജാവിനെ ഭക്തൻ എന്ന് പറയണമെങ്കിൽ അത് ഹിസ്കിയാവ് രാജാവിനെയാണ്. ആരാധന വിഷയത്തിൽ തെറ്റുന്ന അവന് സഹിക്കാൻ പാടില്ല. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? വെട്ടി ആറഞ്ഞ്, അതെൻ്റെ ഭാഷയാണ്,
താമ്രസർപ്പത്തെ ഉടച്ച് ശിഥിലമാക്കി കളഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ദൈവത്തിൻ്റെ ആരാധനയെയും ദൈവത്തിൻ്റെ അനുശാസനങ്ങളെയും വികലമാക്കിക്കൊണ്ട് അതിന് വിരുദ്ധമായി അതിനോട് കൂട്ടുചേർക്കുകയും അതിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടേതായ പദ്ധതികൾ നമ്മൾ അനുഷ്ഠിച്ചാൽ അത് ക്ഷന്തവ്യമല്ലാത്തൊരു പാപമാണ്. ഞാൻ ഒരു കൊച്ചു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാട്ടെ. എൻ്റെ ചോദ്യം ഇതാണ്: നമ്മുടെ കർത്താവ് ഏതെങ്കിലും ഒരു ഭൂതത്തെ ശാസിക്കുന്ന സമയത്ത് അതിനെ 2 പ്രാവശ്യം ശാസിച്ചതായിട്ട് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി എൻ്റെ ഓർമ്മക്കുറവ് കൊണ്ടാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. എൻ്റെ ചോദ്യം ഒന്നുകൂടെ ഞാൻ പറയാം. കർത്താവ് ഒരു ഭൂതത്തെ ശാസിക്കുന്നു, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഭൂതം പോകുന്നില്ല, ഉടനെ കർത്താവ് നിന്നോടാ ഞാൻ പറഞ്ഞത് പോകാൻ ഇല്ല. എൻ്റെ പഠനത്തിൽ നമ്മുടെ കർത്താവ് ഒറ്റ പ്രാവശ്യം കൽപ്പിക്കുമ്പോഴേ അത് സംഭവിക്കുകയാണ്. അതാ വചനത്തിൻ്റെ ശക്തിയാണ്. ഞാൻ മുമ്പേ കോർട്ടിലെ ഭാഷ പറഞ്ഞില്ലേ, വക്കീലന്മാർ ഷൗട്ട് ചെയ്യും, പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെ ആവർത്തിക്കും. എന്നാൽ ജഡ്ജി കേസ് വിധിക്കുമ്പോൾ ഒറ്റ പ്രാവശ്യമേ പറയുള്ളൂ. ആദ്യം പറഞ്ഞ ഒത്തില്ല, ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയട്ടെ, അല്ലേ മുമ്പേ പറഞ്ഞതിനേക്കാൾ ചൂടെ ഒച്ചത്തിൽ മൈക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചാൽ ഞാൻ ശരിക്കൊന്ന് പറയട്ടെ. അങ്ങനല്ല, അധികാരമുള്ളവൻ പതുക്കെ സംസാരിച്ചാലും ഒറ്റ പ്രാവശ്യം സംസാരിച്ചാലും അത് സംഭവിക്കും. ദൈവവചനം എന്ന് പറയുന്നത് വാദമല്ല, വിധിയാണ്. നിന്റെ വചനങ്ങളൊക്കെയും വിധി, നിന്റെ വിധികളൊക്കെയും സത്യമായിട്ടുള്ള, ഇത് വാദിച്ച് സ്ഥാപിക്കാനുള്ളതല്ല. നമ്മളെല്ലാം കൂടി സുന്നതോസ് കൂടി അത് വചനമായിരിക്കട്ടെ എന്ന് പറഞ്ഞത് വചനമാക്കാനുള്ളതല്ല. സ്വർഗത്തിൽ നിന്ന് വചനം നമുക്ക് തന്നിരിക്കുകയാണ്. അത് സ്വർഗീയ കോടതി വിധിച്ച് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ കർത്താവ് എനിക്കൊരു ഉദാഹരണം തന്നു. അത് എൻ്റെ മനസ്സിൽ ഇപ്പം വന്ന ഒരു ഉദാഹരണമാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ മുഴുവൻ കൺട്രോളിങ് ഭാഗമെന്ന് പറയുന്നത്, എനിക്ക് സാമ്പത്തിക ശാസ്ത്രമൊന്നും അറിയത്തില്ല, കോമൺ സെൻസ് മാത്രമേ ഉള്ളൂ. കറൻസി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഡോളറൊന്നും അല്ല നമ്മുടെ കറൻസി, പിന്നെ ഇന്ത്യൻ റുപ്പീസാണ് കറൻസി. ഈ കറൻസിയെ തകരാറിലാക്കാനായിട്ട് ചില കള്ളന്മാരൊരു പണി ചെയ്യും. അതെന്താണെന്നറിയാമോ? കള്ളനാണയം അടിക്കും. കണ്ട കറൻസി പോലെ ഇരിക്കും. ഇത് നല്ലവർ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റായത്. വിവരം ശരിക്ക് അറിവില്ലാത്ത ഒരുത്തൻ കള്ളനാണയവും കറൻസിയും കൂടെ അവൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുത്താൽ അവന് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കത്തില്ല. അവനെന്ത് പറയുന്നറിയോ? അയ്യോ, ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നു, ഇതിനകത്തുള്ളതുപോലെ തന്നെ ഇതിനകത്തും ഉണ്ട്. സാമ്യം, വിവരമറിയാൻ വയ്യാത്തവൻ സാമ്യമാണ് കണ്ടുപിടിക്കുന്നത്. അതേസമയം ഒരു ഡിറ്റക്റ്റീവ് അതിനെ മനസ്സിലാക്കാൻ കഴിവുള്ളത് നോക്കുമ്പോൾ സാമ്യം കൊണ്ടല്ല അവൻ അതിനെ മനസ്സിലാക്കുന്ന, വ്യത്യാസം കൊണ്ടാണ്. കറൻസിക്കകത്തുള്ളതിൽ നിന്ന് ഇതാ മറ്റതിനകത്ത് വ്യത്യാസം കാണുന്നു. ഈ വ്യത്യാസമുള്ളവന് മാത്രമേ കറൻസിയും കള്ളനോട്ടും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് അന്യമായിട്ടുള്ള കള്ളനോട്ടുകളാണ് ദുരുപദേശങ്ങൾ, ഫോൾസ് ടീച്ചിങ്സ്. പിന്നെ വേറെ ഒരു ഉദാഹരണം കൂടെ ദൈവാത്മാ എൻ്റെ മനസ്സിൽ തന്നത്, ചില നോട്ടുകൾ കള്ളനോട്ടായിരിക്കുകയില്ല, നല്ല നോട്ടായിരിക്കും. പക്ഷേ കണ്ടക്ടർമാരും എടുക്കുകയില്ല, ധർമ്മക്കാർ പോലും എടുക്കുകയില്ല. എന്താ കാരണം അറിയാമോ? ആകെപ്പാടെ കിഴിഞ്ഞ് പറഞ്ഞ് ആര് കൊണ്ടുപോയാലും ചിലവാക്കാൻ വയ്യാത്ത രീതിയിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ചില നോട്ടുകളുണ്ട്. ഞാൻ എന്തിനാ ഇത് 2 പറഞ്ഞെന്ന് ചോദിച്ചാൽ, കറൻസിയുടെ വേഷത്തിലും വരാം, കീറിപ്പറഞ്ഞ നോട്ടിൻ്റെ വേഷത്തിലും വരാം. ഒന്ന് ഉപദേശവിശുദ്ധിയെക്കെതിരായിട്ട് വരാം, മറ്റേത് ജീവിത വിശുദ്ധിയെ തകരാറിലാക്കുന്ന രീതിയിലും വരാം. ഇത് രണ്ടും കൂടെ ഒത്തെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കാനൊക്കത്തുള്ളൂ. ഉപദേശവിശുദ്ധിയും ജീവിത വിശുദ്ധിയും. കേട്ടോ?
ഞാൻ ആരെയും വിധിക്കാൻ ധൃതി കൂട്ടുന്ന ഒരാളല്ല. എങ്കിലും ശലോമോൻ രാജാവ് ഭിത്തിയിൽ ഉണ്ടാകുന്ന പൂപ്പലിനെ കുറിച്ച് വരെ സയൻസ് പറഞ്ഞവനാണ്. പക്ഷേ ജീവിതവിശുദ്ധി പാലിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. വലിയ കൃപാവരങ്ങളൊക്കെ അവകാശപ്പെടുകയും ഒക്കെ ചെയ്തേച്ച് ശലോമോനെ പോലെ ധാർമ്മിക ജീവിതത്തെ തറപറ്റി പരാജയപ്പെടുന്ന പലരെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ഡു യു വോക്ക് ഓൺ സൺഡേ? ഇങ്ങനെ ഒരാൾ ചോദിച്ചതാ, ഡു യു വോക്ക് ഓൺ മൺഡേ ഇൻ ദ വേ യു ടോക്ക് ഓൺ സൺഡേ? നീ ഞായറാഴ്ച പറയുന്ന വഴിയിൽ കൂടെ നീ തിങ്കളാഴ്ച നടക്കുന്നവനാണോ? ഒരിക്കൽ ഒരാൾ ഇങ്ങനെ ചോദിച്ചു, നീ പകൽ വെളിച്ചത്തിൽ മനുഷ്യൻ്റെ മുമ്പിൽ വിശുദ്ധനായിട്ട് നീ അഭിനയിക്കുന്നു, എന്നാൽ അർദ്ധരാത്രിയിൽ ലോകം നിന്നെ കാണുകയാണെങ്കിൽ നിൻ്റെ അവസ്ഥ എങ്ങനെയിരിക്കും? ഭാഷ മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് വലിയൊരു കാര്യത്തിലാണ് നമ്മൾ കൈവച്ചിരിക്കുന്നത്. ഉപദേശവും തെറ്റിക്കാൻ പാടില്ല, ജീവിതവും തെറ്റിക്കാൻ പാടില്ല. ഇനി ജീവിതത്തെക്കുറിച്ച് ഞാനൊരു വാക്ക് നിങ്ങളോട് പറയട്ടെ. നമ്മൾ ചിലരെക്കുറിച്ച് പറയില്ലേ, അവൻ്റെ ജീവിതം നല്ല ജീവിതമാണ്, നല്ലവനാണ്. ഈ നല്ലതിൻ്റെ മാനദണ്ഡം എന്തുവാ? അതിൻ്റെ സ്കെയിൽ എന്തുവാ? അങ്ങനെ ചാക്കോച്ചൻ്റെ ജീവിതം പോലെയോ ഇപ്പോഴത്തെ തോമാച്ചൻ്റെ ജീവിതം പോലെയോ അല്ല നമ്മളിതിനെ അളക്കേണ്ടത്. കർത്താവായ യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ ജീവിതമാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കർത്താവ് വരികയാണെങ്കിൽ, ഇപ്പം നമ്മുടെ പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത് ലോകാവസാനം ഉടനെ ഉണ്ടാകാൻ പോകുന്ന കൊച്ചി വരെ ഷേക്കുണ്ടായി ഇളകി, നേപ്പാളിൽ പിന്നെയും ഭൂകമ്പം ആവർത്തിക്കുന്നു. അപ്പോൾ പലരും ധരിക്കുന്നത് ലോകാവസാനം എന്ന 1000 ചില്ലുവാനം വർഷങ്ങൾ ഇനിയും മുന്നോട്ട് പോകാതെ ലോകാവസാനം ഉണ്ടാകത്തില്ല. എന്നാൽ നമ്മുടെ ഈ സമ്മേളനം പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നതിന് ഉള്ളിൽ തന്നെ സംഭവിക്കാം നമ്മുടെ കർത്താവിൻ്റെ വരവ്. അതിനാ സാധ്യത. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ പ്രമാണം ജീവിത പ്രമാണമാക്കിയവരും കർത്താവിൻ്റെ അതേ ദിവ്യ സ്വഭാവം തങ്ങളുടെ സ്വഭാവമാക്കി മാറ്റിയവരും, അങ്ങനെയുള്ളവരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. അന്ന് നമ്മുടെ ഗതി എന്താകും? പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തോത്രം. അത് എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ ഓർപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ ദുരുപദേശങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഒന്നാമത് അത് ജീവിതത്തെ ബാധിക്കുന്നത്, ഉപദേശത്തെ ബാധിക്കുന്നത്, ഇങ്ങനെയുള്ള 2 സെക്ഷനായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിൽ ഒരെണ്ണം മതി മറ്റേതിനെ ബാധിക്കും. ഈ എൻ്റെ പഠനം, നിങ്ങൾക്ക് എന്നേക്കാൾ ചില കാര്യങ്ങളിൽ കൂടുതൽ അറിവുണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി. ഈ ശലോമോൻ രാജാവ് ഒരു പുരോഹിതനേക്കാൾ നന്നായിട്ട് ശുശ്രൂഷ ചെയ്യാൻ കൃപയുള്ളവനായിരുന്നു. അവൻ ദേവാലയം പ്രതിഷ്ഠിച്ച സമയത്ത് ശെക്കൈന അങ്ങോട്ട് ഇറങ്ങിയിട്ട് പുരോഹിതന്മാർക്കൊക്കെ കണ്ണ് കാണാൻ വയ്യായിരുന്നെന്നാണ് പറയുന്നത്. അതുപോലെ തേജസ്സായിരുന്നു. ദൈവത്തിന് വളരെ പ്രിയനായിരുന്നു. എന്ന പുള്ളിക്ക് പറ്റിയ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ശേബാരാജ്ഞി തുടങ്ങിയ രാജ്ഞിമാരെല്ലാം വന്ന് അങ്ങ് പുകഴ്ത്തി ഇവനങ്ങ് പൊങ്ങി. ആത്മീയത്തിൽ നമ്മളൊരു നെഗളിയായിട്ട് മാറിയാലുണ്ടല്ലോ, സാത്താന് പിന്നെ അതൊരു സീറ്റാണ്. നെഗളം ഒരിക്കലും ഒരു ദൈവത്തിന് പാടില്ല. പൗലോസ് അപ്പോസ്തലൻ ഇത്രയും കൃപയിൽ അവസാനിച്ചതിൻ്റെ പൗലോസ് ഇങ്ങനെ നിൽക്കാനുള്ള ഒരു കാരണം ഞാൻ പറയാം. തനിക്കങ്ങോട്ട് അനുതാപം വന്ന ഉടനെ താൻ എന്ത് പറഞ്ഞെന്നറിയോ? ഞാനും ഒരു പാപിയാണെന്നല്ല പറഞ്ഞത്. ഞാൻ വിഷയം അല്പം വിട്ടാ സംസാരിക്കുന്നത് എനിക്കറിയാം. ഞാനും ഒരു പാപിയാണെന്നല്ല പറഞ്ഞത്. നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയും, ഞാനും ഒരു പാപിയാണ്. പൗലോസ് പറഞ്ഞത്, ഞാൻ ആ പാപികളിൽ ഒന്നാമൻ. എന്നാൽ എന്നും ആ പാപികളിൽ ഒന്നാമനായിട്ട് തന്നെ ഇരിക്കാൻ പാടില്ലല്ലോ. കർത്താവ് തന്നെ രക്ഷിച്ചു കഴിയുമ്പോൾ താനൊരു വിശുദ്ധനാകണ്ടേ? അവിടെ വന്നുടനെ നമ്മൾ ചെറുക്ക് വരുന്ന കുഴപ്പമെന്നറിയോ? നമ്മളങ്ങ് വിശുദ്ധന്മാരാകുക. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ, ആളുടെ പേര് പറയുന്നില്ല, അവിടെ ഒരു മെത്രാപ്പോലീത്തായിക്ക്
വലിയ റിസപ്ഷൻ കൊടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരാൾ ഒരു നോട്ടീസ് കൊണ്ട് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ആ മെത്രാപ്പൊലീത്തായുടെ മഹിമ പറയുന്ന ഭാഗത്ത് മോസ്റ്റ് റവറൻഡ് എന്നൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ തന്ന ആളിനോട് ചോദിച്ചു, താങ്കൾ ഗ്രാമർ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ, പഠിച്ചിട്ടുണ്ട്. മച്ച് മോർ മോസ്റ്റ് എന്ന് പഠിച്ചിട്ടില്ലേ? മോസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ലേ? അതെ. അതിന് മുകളിൽ വല്ലതും ഉണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു, മോസ്റ്റ് മനുഷ്യന് കൊടുത്താൽ പിന്നെ ദൈവത്തിന് എന്തുവാ കൊടുക്കുന്നത്? എൻ്റെ ആശയം മനസ്സിലായോ? ചിലർക്ക് പറ്റിയിരിക്കുന്ന പറ്റിയതാ, ശലോമോൻ രാജാവിന് പറ്റിയ പറ്റിയതാ. എല്ലാവരും കൂടെ കൂടി പുള്ളിയെ അങ്ങ് പോഴ്ത്തി. ഒടുവിൽ അതിൻ്റെ തിരിച്ചടി അനുഭവപ്പെട്ടു. ദേവാലയം, ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആലയമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ആലയം കുറെ കഴിഞ്ഞപ്പോൾ എങ്ങനെ മാറി അറിയാവുന്നവർ പറഞ്ഞു, ശലോമോൻ്റെ ആലയം. ശലോമോൻ്റെ ആലയം കണ്ടോ? പോയ പോക്ക് കണ്ടോ? അവിടെ മുതൽ ഗതികേട് ആരംഭിച്ചു. എൻ്റെ ഭാഷ കൂടി പോകുന്നെങ്കിൽ ക്ഷമിക്കണം. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും സ്ത്രീയെയും പുരുഷനെയും ദൈവം കൂട്ടിച്ചേർക്കുന്ന ദൈവത്തിൻ്റെ വിഷയത്തിൽ ഒരു ഭർത്താവ്, ഒരു ഭാര്യ. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ പ്രമാണം അതാണ്. അതിനപ്പുറമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചടിയായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ ശലോമോൻ രാജാവ് ഇത്രയും കൃപയുള്ളവനാണെങ്കിലും തൻ്റെ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ദൈവപ്രമാണം സൂക്ഷിക്കാതിരുന്നതിൻ്റെ ഫലമായിട്ട്, എൻ്റെ ഭാഷ കൂടി പോന്നെ ക്ഷമിക്കണം, ഒരു കൺവെൻഷൻ്റെ ആളുണ്ട് അവൻ്റെ ഭാര്യമാരെ എല്ലാം കൂടെ കൂട്ടിയാൽ. ഒരു മിനി കൺവെൻഷൻ. പുറത്തുനിന്ന് ആരും വന്നില്ലേലും കുഴപ്പമില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാവോ? വയസ്സ് ഒക്കെ ആയപ്പോൾ കണ്ണും കടയൊന്നും കാണാൻ വയ്യാതെ ആയപ്പോഴത്തേക്ക് ഒരുത്തി പറയുക, ഇന്ന് എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ പോകണം. എവിടാ? അത് കുന്നിൻ്റെ പുറത്താണ്. ഓ, ഉടനെ ഇയാളെ തള്ളിക്കൊണ്ട് അവിടെ കയറി. ഉടനെ പിറ്റേ ദിവസം വേറെ ഒരുത്തി പറഞ്ഞു, എൻ്റെ ദൈവം അങ്ങ് താഴ്വരയിലായിരിക്കുന്നു. ഉടനെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോയി. ശിംശോനെ പരത്യ സ്ത്രീകളെല്ലാം കൂടെ കുരങ്ങ് കളിപ്പിച്ചെന്ന് പറഞ്ഞ പോലെ ഇയാളുടെ പഞ്ചേന്ദ്രിയങ്ങൾ ബലഹീനമായ സമയത്ത് ഇയാൾ അവരുടെ ഒരു കളിപ്പാവയായി മാറി. ഒടുവിൽ ജ്ഞാനവചനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഇതാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മനുഷ്യൻ്റെ ആത്മാവ് മേലോട്ട് പോകുന്നു, മൃഗത്തിൻ്റെ കീഴോട്ട് പോകുന്നു, ആർക്കറിയാവും? ശലോമോനെ, നീ അനേകരുടെ സംശയങ്ങൾ തീർത്ത് വിട്ട ഒരു മനുഷ്യനല്ലേ? നീ വയസ്സാം കാലത്തിരുന്നുകൊണ്ട് ഈ പാഴ്പേച്ച് പറയേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നു? അതുകൊണ്ട് ജീവിത വിശുദ്ധിയും ഉപദേശ വിശുദ്ധിയും ഒരുപോലെ പിടിക്കണം. ഇല്ലെങ്കിൽ എന്നെങ്കിലും അതിൻ്റെ കയ്പ് അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എനിക്കൊരു മനുഷ്യനോട് പ്രത്യേക കടപ്പാടൊന്നുമില്ല. ഞാൻ എൻ്റെ സാക്ഷ്യം കേട്ടിട്ടില്ലാത്ത ചില ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കും. എന്നെ 4 വർഷം സെമിനാരി പഠിപ്പിച്ച മിത്രാപ്പൊലീത്തന്മാർ, അവരൊക്കെ എൻ്റെ ടീച്ചേഴ്സായിരുന്നു. അവരുടെയൊക്കെ തിരുമുമ്പിൽ ഇരുന്നുകൊണ്ട് ആരും തിരുവായിക്ക് എതിർവായില്ലെന്ന് പറഞ്ഞ പോലെ ആരും അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല. എന്നാൽ ഉപദേശ വിഷയത്തിൽ തെറ്റെന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ അവരുടെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ പറയുമായിരുന്നു. പിന്നീട് കാതോലിക്കോസായി തീർന്ന എൻ്റെ ഒരു അധ്യാപകൻ, അദ്ദേഹമാണ് എനിക്ക് പട്ടമൊക്കെ തന്നത്. അദ്ദേഹം എൻ്റെ വാദങ്ങളൊക്കെ കേട്ടിട്ട് അന്നേ പറയുമായിരുന്നു, എബ്രഹാം പറഞ്ഞതാ ശരി. ഞാൻ പറഞ്ഞാൽ ശരിയെങ്കിൽ ആ ശരി നമ്മളങ്ങ് സ്വീകരിക്കണ്ടേ? എടോ, അതൊക്കെ ശരിയാണെങ്കിലും പഴയ തെറ്റ് അല്ലേ പുതിയ ശരിയേക്കാൾ കുറച്ചുകൂടെ നല്ലതെന്ന്. നമ്മൾ ഒത്തിരി നാളായി പറഞ്ഞു പരിചയിച്ചത് കൊണ്ട് ഈ തെറ്റ് പറയുമ്പോഴല്ലേ നമുക്കൊരു ഭക്തി തോന്നുന്നതെന്ന്. ഈ പരിപ്പ് ആ കാലത്ത് വേഗില്ലെന്ന് പണ്ടാരെന്ന് പറഞ്ഞ പോലെ എനിക്ക് പറ്റിയത്. എൻ്റെ ന്യായവാദങ്ങൾക്കൊന്നും അവിടെ യാതൊരു പ്രസക്തിയുമില്ലാതെയായി. ഞാൻ അവരുടെ കാനോൻ നിയമങ്ങൾ തന്നെ എടുത്തവരുടെ മുമ്പിൽ സമർത്ഥിച്ചു. ആറുണ്ടെങ്കിൽ ആറ്റിൽ മുങ്ങണമെന്ന്, സ്ത്രീകൾ മോതിരങ്ങളാദിയായ ആഭരണങ്ങൾ മാറ്റണമെന്ന് കാനോനിൽ നിന്ന് തന്നെ ഞാൻ അവരെ വായിച്ചു കേൾപ്പിച്ചു. അവർ കാനോൻ പണ്ഡിതന്മാരാണ്. ഇല്ല, ഒരു പ്രയോജനവും വന്നില്ല. ഒടുവിൽ എൻ്റെ ജീവനെ രക്ഷിക്കേണ്ടത് എനിക്ക് ആവശ്യമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ മിക്കവാറും സഭയുടെ വളപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് അവർക്കൊക്കെ മനസ്സിലായ ഉടനെ അതിൽ ഒരാൾ എന്നോട് പറഞ്ഞ ഒരാശയം നിങ്ങൾക്ക് കേൾക്കണോ?
അത് നല്ലതാണ്, കേൾക്കാൻ രസമുള്ള കാര്യമാണ്. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ സഭയ്ക്കകത്ത് നിൽക്കുന്നതാണ് നല്ലത്. നിങ്ങളിവിടെ നിന്നെങ്കിലേ പലരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി സഹായിക്കാൻ സാധിക്കും. ഉടനെ ഞാൻ പറഞ്ഞു, ഞാനൊരു കിണറിൻ്റെ അടുക്കൽ കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ കാല് തെറ്റി കിണറ്റി വീണു. അവിടെ കിടന്ന് ഞാനിങ്ങനെ നിലവിളിക്കുക. ഉടനെ നാട്ടുകാരെല്ലാം കൂടി ഓടിക്കൂടിയിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളവിടെ കിടക്കുന്നതാണ് നല്ലത്. കാരണം ഇനിയും വല്ലവരും വീഴുകയാണെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞു. ഞാൻ രക്ഷപ്പെട്ടിട്ടുള്ള കാര്യം മതിയെന്ന് പറഞ്ഞു. നാട്ടുകാരെ എല്ലാം കൂടെ രക്ഷിച്ചേച്ച് ഓടി പറഞ്ഞു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ പകർന്നു. ഒടുവിൽ എനിക്ക് തന്ന പൂമാല, അവർ തന്ന ബഹുമാനം കേൾക്കണം, ഒരു മുടക്കൽപ്പന. നിങ്ങളെ ആരെങ്കിലും ഉപദേശം സ്വീകരിച്ചതിൻ്റെ പേരിൽ മുടക്കിയിട്ടുണ്ടോ? അങ്ങനെ സമുദായ ബന്ധത്തിൽ മുടക്കൽപ്പന ഏറ്റുവാങ്ങിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ കൈകളൊന്ന് ഉയർത്തുമോ? എനിബടി? ആരൊക്കെയോ ഉണ്ടല്ലോ. തലയ്ക്ക് മുകളിൽ ആ കൈ ഒന്ന് ഉയർത്തുമോ? ഓക്കെ. എന്നെ മുടക്കിയതിൻ്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്. പി.ഐ. എബ്രഹാം എന്ന് പറയുന്ന നമ്മുടെ ഈ വൈദികൻ വേദവിപരീതികളുടെ ഉപദേശമനുസരിച്ച് വെള്ളത്തിൽ മുങ്ങിയതായി നാം അറിയുന്നു. അയാളുടെ പ്രസംഗം പോയി കേൾക്കുകയോ അയാളെ വരുത്തി പ്രസംഗിപ്പിക്കുകയോ ചെയ്തുകൂടാത്തതാകുന്നു. അങ്ങനെ ശപിക്കാവുന്നിടത്തോളം ശപിച്ചു. എനിക്ക് വേണ്ടി വാദിക്കാനൊന്നും ആരും വന്നില്ല, നീതി കിട്ടിയില്ല എനിക്ക്. പക്ഷെ ദൈവം തമ്പുരാൻ എന്നെ സഹായിച്ചു. എന്താണെന്നറിയാമോ? ഈ കൽപ്പന എഴുതിയ മെത്രാപ്പോലീത്ത പീലാത്തോസ് ചെയ്തതുപോലെ, പീലാത്തോസ് ഒരു മേൽക്കുറിപ്പാണ് എഴുതിയെങ്കിൽ ഇത് ഒരു അടിക്കുറിപ്പ് എഴുതി. കൽപ്പനയുടെ അടിയിൽ അദ്ദേഹം തീരാൻ നേരത്തെ അറിയാതെ ഇങ്ങനെ എഴുതി, കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന്. ആ അടിക്കുറിപ്പിൻ്റെ ബലം കൊണ്ടാണ് ഞാനീ നടക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ചിലരിപ്പോഴും നമ്മളോട് ചോദിക്കും, സഹോദരിമാരെ, നിങ്ങൾ സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ? ഞാനും പഠിച്ചിട്ടുണ്ട്. ഈ ഹ്യൂമൻ സൈക്കോളജി എന്നൊരു സൈക്കോളജിയേ ഉള്ളൂ, വിമൻ സൈക്കോളജി എന്ന് പറഞ്ഞൊരു സൈക്കോളജി ഇല്ല. സ്ത്രീകൾക്ക് തന്നെ ഒരു മനഃശാസ്ത്രം ഇല്ല. എന്നാൽ അങ്ങനെ ഒരു മനഃശാസ്ത്രം ഉണ്ട്. എങ്ങനെയാണെന്നറിയാമോ? നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന സ്ത്രീകളെ, സഹോദരിമാരൊക്കെ നമ്മളെ ഒത്തിരി നാൾ കൂടെ കാണുമ്പോൾ നമ്മൾ നല്ലപോലെ ഹെൽത്തി ആയിട്ടൊക്കെ ആയിരിക്കുന്നത് കുഴപ്പമൊന്നും ഇല്ലെങ്കിലും അവർ നമ്മളെ നോക്കിയേ എന്ത് പറയുമെന്നറിയാം? നമ്മളെ സ്നേഹിക്കുന്ന അമ്മച്ചിമാർ, അയ്യോ എന്തോ പറ്റി, കണ്ടു പറയാനില്ലല്ലോ, അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. അതാ സ്ത്രീകളുടെ ഒരു മനഃശാസ്ത്രം. അത് ചിലരെന്നോട് ചോദിച്ചിട്ടുണ്ട്, 1967 സ്നാനപ്പെട്ടത്. അതെ. അയ്യോ, ഇങ്ങനെ വിശ്രമമില്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ എങ്ങനെയാ? ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു വിശ്രമമില്ലെന്ന്? എപ്പോഴും വിശ്രമമാണെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ വേല ചെയ്യുമ്പോഴെല്ലാം വിശ്രമമാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിന് അവധി എടുക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. ക്ഷീണം തോന്നുമ്പോൾ, രോഗാവസ്ഥ അനുഭവപ്പെടുമ്പോൾ, കർത്താവിൻ്റെ വേലയിൽ ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ ആവശ്യമുള്ള ബലം കർത്താവ് തരും. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇത് എവിടെയോ ഉള്ള ആരാണ്ട് തോപ്പിക്കാനായിട്ട് നോട്ടീസ് അടിച്ച് നടത്തുന്ന ഒരു യജ്ഞമല്ലിത്. ഇത് ദൈവത്തിൻ്റെ സത്യം നല്ല മനസാക്ഷിയുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വേദിയാണ്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് വളരെ ഹൃദ്യമായി പറയാനുള്ളത്, എൻ്റെ പ്രിയരെ, കാലം നിത്യതയോട് അടുത്തിരിക്കുന്നു. നമ്മൾ ഉപദേശ വിഷയത്തിൽ തെറ്റരുത്, ജീവിത വിഷയത്തിൽ നമ്മൾ തെറ്റരുത്. നമ്മുടെ ചിന്തയിലേക്കൊന്ന് മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ സോളമൻ എന്നോട് പറഞ്ഞു, ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനെയർ, ഒരു ക്വസ്റ്റ്യൻ ടൈം, പ്രസക്തമായ ചോദ്യത്തിന് വേണ്ടിയുള്ള ചോദ്യമല്ല, അങ്ങനെ ഒരു ടൈം ചില മിനിറ്റുകൾ തരണമെന്ന്. ഓക്കെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ ഈ ഉപദേശ വിഷയത്തിൽ സാത്താൻ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തെ തെറ്റിക്കാനും സാത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഒരാളൊന്ന് വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തി 6:8-9 വായിക്കുന്നവരങ്ങ് ഒച്ചത്തിൽ നിന്ന് വായിക്കണം. ആക്ട്സ് 6:8 onwards. അപ്പോസ്തലപ്രവൃത്തി 6:8-9. എല്ലാവരും കേൾക്കുന്നുണ്ടോ?
അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ബാക്കി വായിക്കണം കേട്ടോ. അത് സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായിട്ട് ജനത്തിൻ്റെ ഇടയിൽ ശുശ്രൂഷിക്കാനായിട്ട് ഇറങ്ങി. അന്നേരം അവനെ എതിർക്കാനായിട്ട് വന്ന ചിലരുടെ കാര്യമാണ് അടുത്ത വാക്യം. ലിബത്തീനർ എന്ന പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സന്ദ്രിയക്കാരിലും കിലിക്കിയ, ആസിയ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. മതി. സ്തേഫാനോസിനോടും അവൻ്റെ ഉപദേശത്തോടും എതിർക്കാനായിട്ട് ഇറങ്ങി തിരിച്ച ചില ആളുകളെ കുറിച്ച് പറയുമ്പോൾ ലിബർട്ടീനർ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയാവുന്നവർക്കൊക്കെ ലിബർട്ടി എന്നുള്ള വാക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ലിബർട്ടി എന്തുവാ അതിൻ്റെ അർത്ഥം? സ്വാതന്ത്ര്യം. ലിബർട്ടീനർ എന്ന് പറഞ്ഞാൽ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം. ഇത് ഇക്കാലത്തും സാത്താൻ കൈകാര്യം ചെയ്യുന്ന ഒരു ദുരുപദേശമാണ്. എന്താണെന്നറിയാമോ? മനസ്സിലാകുന്നില്ലല്ലേ? അതായത് നമ്മൾ ദൈവമക്കളായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വിലക്കിയിട്ടില്ലെന്ന്, പിന്നെ എന്തും ചെയ്യാമെന്ന്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ ഒരു ക്രിസ്തീയ പത്രം കിട്ടി. ഞാൻ എൻ്റെ കോപ്പി കൊണ്ടുവന്നില്ല, നിങ്ങൾ വായിച്ച് കാണുമായിരിക്കാം. ആധികാരികമായിട്ട് അവർ കളക്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു അതായത് അടുത്ത കാലം വരെ സുവിശേഷ ലോകത്തിൽ വളരെ ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ആംഗ്ലിക്കൻ മിഷണറി, അദ്ദേഹത്തിൻ്റെ പേരുമൊക്കെ ഉണ്ട്. അദ്ദേഹം എവിടെയോ ഭയങ്കരമായിട്ട് തെറ്റിയ വിഷയം എന്താണെന്നുള്ളത് ആ ഭാഗം വായിച്ചാൽ മനസ്സിലാക്കാം. അദ്ദേഹം പറയുന്നത് വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാർ, സ്വയഭോഗികൾ, അതുപോലെ തന്നെ ഈ ഒരേ വർഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ എന്താ അതിന് പറയുന്നത്? പുരുഷകാമികൾ അല്ലേ? പുരുഷകാമികൾ. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കെതിരായിട്ട് അപ്പോസ്തലന്മാർ എഴുതിയിരിക്കുന്നത് പിൻവലിക്കണം. അതൊന്നും പാപമല്ല, അതൊക്കെ ഒരാവശ്യമാണ്. അവൻ്റെ കരണത്തിലിട്ടടിക്കണം. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്തേച്ച് അത് പാപമല്ലെന്ന്, അത് ആവശ്യമാണെന്ന്. അയലോക്കക്കാരൻ്റെ ഏത്തക്കല വെട്ടിമുറിച്ചുകൊണ്ട് നിൽക്കുന്നേരത്ത് പോലീസുകാർ വന്ന് പിടിച്ചപ്പം എന്തിനാണോ ഇത് ചെയ്തത്? ഇതൊരാവശ്യമാണ്. അന്നേരം പോലീസുകാരൻ പറയുന്നു ഇതും ആവശ്യമാണെന്ന് പറഞ്ഞു, നടക്കടാന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് നമ്മൾ അന്യപ്പെട്ടു പോയാൽ വി വിൽ ബി നോവെയർ. പിന്നെ നമുക്ക് കാലുകുത്തി നിൽക്കാനിട കിട്ടുക. അതുകൊണ്ട് ലിബർട്ടീനർ പരിശുദ്ധാത്മാവിനെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് ആവശ്യമില്ലാതെ സ്ത്രീകളോട് ഇടപെടുകയും വലിയ ലോഹ്യം കാണിക്കുകയും. എൻ്റെ വൈഫ്, എനിക്കറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ പുള്ളിക്കാരത്തേക്ക് അറിയാം. എന്നോടൊരു കാര്യം പറഞ്ഞു. ഈ പുള്ളെന്നും പറഞ്ഞ് ഞങ്ങളുടെ അവിടെയൊക്കെ ഒരു പക്ഷിയുണ്ട്, പുള്ള്. ഈ ഒരു പരുന്തിൻ്റെ ശുശ്രൂഷ അത് ചെയ്യുന്നത്. അത് ഈ എന്താ പന്നിപ്പടച്ചെന്നും പറഞ്ഞൊരു പക്ഷിയുണ്ടോ? ഇവിടെ ഉണ്ടോ അങ്ങനെ? എല്ലാം കൂടെ കൂടിയിരുന്ന് വട്ടം കൂടിയിരുന്ന് ചലിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഞാനും ഉണ്ടെന്നുള്ള രീതിയിൽ ഈ പുള്ളും കൂടെ ചെന്നിരുന്ന് സന്തോഷം പങ്കിടും. പോകാൻ നേരത്തെ ഒരു പക്ഷി അടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഇതുപോലുള്ള ചിത്രത്തോട് ചെയ്യുന്ന ചില ആളുകളുണ്ട്. കഷ്ടം. ദൈവത്തിൻ്റെ സ്തോത്രം. അനേകം ആളുകൾ പരിശുദ്ധാത്മാവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ട് സ്ത്രീ വിഷയത്തിൽ, ലൈംഗിക വിഷയത്തിൽ, ഞാൻ ഇങ്ങനെയുള്ള എൻ്റെ പ്രസംഗം നേരത്തെ കേട്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയാറില്ല. പക്ഷേ സങ്കടം കൊണ്ടങ്ങ് പറയാം. തലയും കുത്തി ഒത്തിരി പേര് വീഴുന്നത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അത് പറയരുതെന്ന്, അത് സാരമില്ലെന്ന്. പിന്നെന്തുവാ സാരമുള്ളത്? ഇത് പാപമല്ല, പിന്നെന്തുവാ പാപം? ഹൈന്ദവ ചിന്തയിൽ, ഞാൻ ഇന്ത്യൻ ഫിലോസഫിയും പഠിച്ച ഒരു മനുഷ്യനാണ്. അഷ്ടാഹങ്കാരങ്ങൾ എന്ന് പറയുന്ന 8 പാപങ്ങൾ, അല്ലെങ്കിൽ പാപത്തിൻ്റെ 8 വശങ്ങളെക്കുറിച്ച് ഇവിടുത്തെ യോഗികൾ ചിന്തിച്ചിട്ട് കാമ, ക്രോധ, ലോഭ, മോഹ, ഇങ്ങനെ അതിൻ്റെ റോബൊന്ന്. ഒന്നാമത്തേത് കാമമാണ്. ജഡീക ചിന്തയാണ്. അതെ, പാപങ്ങളുടെ പട്ടികയിൽ ഒന്നാമത്തേത്. ഒരുത്തൻ വിശുദ്ധനായി തീരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നാമത് ഈ പാപത്തിന്മേൽ അവൻ ജയം പ്രാപിച്ചവനായിരിക്കണമെന്നുള്ളതാണ്. പകല് മുഴുവൻ ചുറ്റുറൂഴ, രാത്രി വേറെ ഏതാണ്ട് വൃത്തികെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ലിബർട്ടീനർ എന്ന് പറയുന്ന ആളുകളെ നമ്മൾ മനസ്സിലാക്കണം. അത് സ്തേഫാനോസിൻ്റെ കാലത്തുകൊണ്ട് ഇക്കാലത്തുകൊണ്ട് ഒളിവിൽ നടക്കുക, അവസരം കിട്ടുമ്പം പാപം ചെയ്യുക.
പിന്നെ അങ്ങനെ ഒത്തിരി പേരുണ്ട്. പിന്നെ ഞാൻ ഈ വേദപുസ്തകം പരിശോധിച്ചപ്പോൾ ഇതാ വേറെ ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് ഇതൊന്ന് നോക്കണം നിങ്ങൾ. യെരമ്യാ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. യെരമ്യാ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ആദ്യം എടുക്കുന്നവരങ്ങ് വായിച്ചാൽ മതി. ആ വീട്ടിൽ പിള്ളേരെ വഴക്ക് പറയുമ്പോൾ ഉപയോഗിക്കുന്ന അത്രയും വോളിയത്തിൽ ഒന്ന് വായിച്ചേ. ഞങ്ങൾ ജ്ഞാനികൾ, യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. അതാ ഞാൻ ഉദ്ദേശിച്ച വാക്യം അതായിരുന്നു, പക്ഷെ അതാരും കേട്ടില്ലെന്ന് തോന്നുന്നു. ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ കള്ള എഴുത്തുകോൽ. ശാസ്ത്രി എന്നുള്ളത് മലയാള പരിഭാഷയിൽ അത്ര വ്യക്തമല്ലെന്ന് തോന്നുന്നു. സ്ക്രൈബ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്, എഴുത്തുകാരൻ. അതായത് മോശ പർവ്വതത്തിൽ നിന്ന് പ്രാപിച്ച പ്രമാണം പകർത്തി എഴുതി ജനത്തിന് കൊടുക്കുന്ന ജോലിയായിരുന്നു ദൈവജനത്തിൻ്റെ ഇടയിലെ ശാസ്ത്രിമാർ. അത് നേരായ രീതിയിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പ്രിൻ്റഡ് കോപ്പി എടുക്കല്ലേ, ട്രൂ കോപ്പി. അത് അങ്ങനെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് വേദപുസ്തകം അടിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. അവരെന്ത് ചെയ്തു? അവർ കള്ളമുഴക്കോലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ദൈവപ്രമാണത്തോട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ തുടങ്ങി. പ്രൈസല്ലോ. ഒരു കൊച്ചു കഥ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. പിള്ളേർക്ക് വസ്തു ഭാഗിച്ചു കൊടുക്കാത്ത ഒരു ധനികനെക്കുറിച്ച് ഒരു കഥ. ഒത്തിരി സമ്പത്തുണ്ട്, പക്ഷേ ഇയാൾ ഭാഗിച്ചു കൊടുക്കത്തില്ല. പിള്ളേരാണെങ്കിൽ വളർന്ന് വരിക. അറിവുള്ളവരൊക്കെ പറഞ്ഞു, ചേട്ടാ, കുഞ്ഞുങ്ങൾ തമ്മിൽ വഴക്ക് കേട്ടാതിരിക്കാൻ അവർക്ക് വസ്തു ഭാഗിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു വിൽപ്പത്രമെങ്കിലും എഴുതി വെക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പം രജിസ്ട്രാറെ കൊണ്ടുവന്നു, വിൽപ്പത്രം എഴുതി. അന്ന് തൻ്റെ കയ്യിലെ അധികാരമെല്ലാം കൈവിട്ട് പോകുന്നെന്നുള്ള രീതിയിൽ ഇയാളുടെ മുഖമെല്ലാം ഇങ്ങനെ കരിവാളിച്ചിരിക്കുക. ആകപ്പാട് അയാളുടെ വിഷാദം എല്ലാം കണ്ടപ്പോൾ രജിസ്ട്രാർ പറഞ്ഞു, ഇത് വിൽപ്പത്രമാ, അധികാരം ഒന്നും പോകുന്നില്ല. അപ്പച്ചന് ഇഷ്ടമുള്ള ഒരു വാചകം പറഞ്ഞാട്ട് അത് ഫുട് നോട്ടായിട്ട് വിൽപ്പത്രത്തിൻ്റെ അടിയിൽ എഴുതാമെന്ന് പറഞ്ഞു. ഇയാൾ വിൽപ്പത്രത്തിൻ്റെ അടിയിൽ എഴുതാനായിട്ട് ഫുട് നോട്ട് പറഞ്ഞു കൊടുത്തേക്കണോ? പിന്നെ രജിസ്ട്രാരോട് പറഞ്ഞു, എഴുതിക്കോളാൻ പറഞ്ഞു. മക്കളുടെ കാലശേഷം വസ്തുവല്ല എനിക്ക് തന്നെ ഇരിക്കുന്നതാണെന്ന് എഴുതിക്കോളാൻ പറഞ്ഞു. ഇതുപോലുള്ള ഫുട് നോട്ടാണ് ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്നത്. നേരെ ചൊവ്വിന് ഭാഗിച്ചു കൊടുക്കാനോ അത് കാര്യങ്ങൾ നടത്താനോ അല്ല. മക്കളെല്ലാം ചത്താലും അവസാനം കാര്യങ്ങളെല്ലാം തൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം. ദൈവപ്രമാണത്തോടും ഇതുപോലൊരു ആറ്റിറ്റ്യൂഡാണ് പലരും നിർവഹിക്കുന്നത്. ഞാൻ ചത്താൽ ഉടനെ ലോകം അവസാനിച്ചിരിക്കണമെന്നാണ് പലരുടെയും നിർബന്ധം. എന്നാൽ നമ്മളുള്ളിടത്തോളം കാലം ദൂതന്മാർക്ക് പോലും, ഇന്ന് സ്വർഗത്തിലെ ഒരു ദൂതൻ കാണാവുന്ന വേഷത്തിൽ ഇവിടെ വരികയായിരുന്നെങ്കിൽ അയാൾ എന്നെ നോക്കിയിട്ട് അസൂയപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്നുമല്ല, എൻ്റെ മറ്റൊന്നും കണ്ടിട്ടല്ല. എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, ഞാൻ പോലും ഇത് ചെയ്യാൻ അനുവദിക്കാതെ ഒരു മനുഷ്യനെ കൊണ്ടാണല്ലോ ഇത് ചെയ്യിക്കുന്നത് എന്നാണ് ദൂതന്മാരുടെ അതേ അസൂയ. അങ്ങനെ ശ്രേഷ്ഠമായൊരു ശുശ്രൂഷ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിനോട് അവിശ്വസ്തത കാണിക്കരുത്, കൂട്ടരുത്, കുറയ്ക്കരുത്. അതുകൊണ്ട് കള്ളശാസ്ത്രിമാർ ആകരുത്. നമ്മളെല്ലാവരും ദൈവവചനത്തെ നേരായി പഠിപ്പിക്കുന്ന, മുമ്പേ നമ്മൾ കേട്ടല്ലോ, രാജൻ സാർ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ, നേരായി പഠിപ്പിക്കുന്ന അത് ഉപദേഷ്ടാക്കന്മാരായിരിക്കണം നമ്മൾ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഉപദേശത്തോട് കൂട്ടുന്നവന് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം അവന് വരുത്തുമെന്നാണ് ദൈവവചനം പറയുന്നു. ഓക്കെ, അതെങ്ങനെ? പിന്നെ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ഒരാളെന്ന് വായിച്ചാട്ടെ. പൗലോസ് അപ്പോസ്തലൻ ആഥൻസിൽ ചെന്നപ്പോൾ അവനെ എതിർക്കാനായിട്ട് വന്ന ആളുകളിൽ ചിലരുടെ പേരുകൾ അവിടെ പറയുന്നുണ്ട്. 17-18 അപ്പോസ്തലപ്രവൃത്തി 17-18. എപ്പിക്കൂര്യരും സ്തോയിക്കരുമായ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു. നോക്കി,
സത്യസുവിശേഷം പ്രസംഗിക്കുന്ന പൗലോസിനോട് എതിർക്കാൻ വന്നിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നറിയാമോ? എപ്പിക്കൂരിയർ. എപ്പിക്കൂറസ് എന്ന് പറഞ്ഞ ഒരാളിൻ്റെ സിദ്ധാന്തം സ്വീകരിക്കുന്ന ആളുകളാണ് എപ്പിക്കൂരിയർ. ബൈ ദ വേ, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവൊന്ന് പറഞ്ഞേ. എപ്പിക്കൂരിയനിസം എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ് ആഫ്റ്റർ ഓൾ? അതെന്താണെന്ന് പറയാമോ? എപ്പിക്കൂരിയൻ ഫിലോസഫി എന്താണെന്ന് പറയാമോ? നിങ്ങൾ എന്തേലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാവുമല്ലോ, നാളെ കഴിഞ്ഞത്തെ നമുക്ക് വിഷയവുമല്ലോ. അപ്പോൾ എപ്പിക്കൂരിയൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഒരു മറ്റീരിയലിസമാണ്, ഭൗതിക മാത്ര ചിന്തയാണത്. അതുപോലെ തന്നെ സദൂക്യർ, സദൂക്യർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം, ഞാൻ സുറിയാനി 4 വർഷം പഠിച്ച ആളാണ്. സാദിക്കോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നീതിമാൻ എന്നാണ്. നീതിമാൻ. സദൂക്യൻ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം നീതിമാൻ എന്നാണ്. പക്ഷേ പേര് നല്ലതാണെങ്കിലും സദൂക്യൻ്റെ ഫിലോസഫി എന്നാന്ന് ചോദിച്ചാൽ പുനരുദ്ധാനവുമില്ല, ദൂതനുമില്ല, ആത്മാവുമില്ല. പിന്നെ നിനക്ക് എന്തോ ആ ബാക്കിയുള്ളത്? പുനരുദ്ധാനവുമില്ല, ദൂതനുമില്ല, ആത്മാവുമില്ല. പണ്ട് ഞങ്ങളുടെ പള്ളിയിൽ, ഞാൻ ഒടുവിൽ അച്ഛനായിരുന്ന പള്ളിയിൽ ഒരു അച്ചായനുണ്ടായിരുന്നു. ആ അച്ചായനെ ഞാൻ എപ്പോഴും ഓർക്കും. ഞങ്ങളെക്കാൾ നല്ല ട്യൂണാണ് അച്ചായന്. ഞങ്ങളൊക്കെ ഇങ്ങനെ കുർബാന ചൊല്ലി ഏതെങ്കിലും ഒരു കാര്യം ചൊല്ലുന്നുണ്ടെങ്കിൽ ഈ അച്ചായൻ ഹൈക്കലായി താഴെ നിന്നുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറയും. പക്ഷെ ഉപദേശമൊന്നും അറിയത്തില്ല. വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലുമ്പോൾ ചിലപ്പം തെറ്റിച്ചൊക്കെയാണ് ചൊല്ലുന്നത്. മിക്കായാലും കുത്തന്തിനോസിലും പോലീസിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കുത്തന്തിനോസ് പോലീസ് ഒന്നാന്നൊന്നും പുള്ളിക്ക് അറിയത്തില്ല. അതൊക്കെ രണ്ടായിട്ടാണ്, എന്നാലും അങ്ങ് വിശ്വസിക്കുക. നീതിമാൻ എന്നുള്ള പേര് വഹിക്കുമ്പോൾ തന്നെ പ്രത്യാശയില്ലാത്തവനാണോ, ഈ ആയുസിനപ്പുറത്ത് നിനക്കൊന്നുമില്ലെന്നാണോ നിൻ്റെ ചിന്താഗതി? അങ്ങനെയുള്ള ആളുകളും ആത്മലോകത്തിൽ ഉണ്ടെന്നുള്ളത് ഖേദത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സദൂക്യർ, പ്രൈസ് ദി ലോർഡ്. പിന്നെ സ്റ്റോയിക് ഫിലോസഫി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതൊക്കെ ഒരു തോന്നലാണെന്നും ഇതിനപ്പുറത്ത് യാഥാർത്ഥ്യമായിട്ടൊന്നുമില്ലെന്നും ഒക്കെയുള്ള ഫിലോസഫിയാണ് അതങ്ങനെ. പിന്നെ ഇങ്ങനെ ഉപദേശപരമായ ഒരുപാട് ദുരുപദേശങ്ങൾ, കള്ളയെഴുത്തുകോൽ, അങ്ങനെ. പിന്നെ ലിബർത്തീനർ പറഞ്ഞല്ലോ, എപ്പിക്കൂരിയർ പറഞ്ഞു. ഇനി ഒരെണ്ണം കൂടെ, വെളിപ്പാട് പുസ്തകം 2:6. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 6, 2:15. ഇതും കൂടെ ഒന്ന് വായിച്ചാട്ട് അതെന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അത് സത്യസുവിശേഷത്തിന് എതിരായിട്ടുള്ള ഒരു പരിപാടിയാണ്. എങ്കിലും നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. ഒരു സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് അഭിവാദ്യം അർപ്പിക്കുമ്പോൾ അവരെ അഭിനന്ദിക്കുന്ന കൂട്ടത്തിൽ ഒരു വിഷയം പറഞ്ഞത് നിക്കോലാവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു. ഓരൊക്കെ പറഞ്ഞേ, അവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിന്നെക്കുറിച്ച്. അപ്പം നിക്കോലാവിയരെ കുറിച്ച് തന്നെ വീണ്ടും 2-ാമത്തെ വെളിപ്പാട് 2:15 പിന്നെയും പറയുന്നുണ്ട്. 2:15 അത് വായിച്ചേ. അവണ്ണം നിക്കോലാവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. നിക്കോലാവിയരുടെ നടപ്പും ഉണ്ട്, നിക്കോലാവിയരുടെ ഉപദേശമുണ്ട്. ഈ എന്നെപ്പോലെ ഈ ഈ യാക്കോബായ തുടങ്ങിയ പശ്ചാത്തലത്തിൽ നിന്ന് ഈ സത്യത്തിലേക്ക് വന്നവരെ ഒന്ന് കാണാൻ ഉള്ള സന്തോഷം കൊണ്ട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ കൈകളൊന്ന് ഉയർത്തുമോ? പള്ളിയിലെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സത്യം ബോധപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈ കൃപയിലേക്ക് വരുവാൻ കഴിഞ്ഞ ആളുകൾ അതിനെക്കുറിച്ച് ലജ്ജിക്കാതെ ഒന്ന് കൈ ഉയർത്തുമോ? യെസ്. അതേസമയം പള്ളി പാടുന്ന എന്നറിയോ? ദൈവത്തിനുപദേശം തൊട്ട് അവസാനിപ്പിപ്പോൻ ധന്യൻ. ദൈവത്തിൻ്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിക്കുന്നവൻ ധന്യനാണെന്ന് പറയുകയും ചെയ്യും. അതേ തൊടുന്നവനെ എല്ലാം മുടക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആളുകളെ ബൈബിൾ ക്ലാസ് ഇട്ട് പഠിപ്പിക്കേണ്ട
ഉപദേശ വിഷയങ്ങളിൽ ഒന്നാണ് നിക്കോലാവ്യ ഉപദേശം. അതിനിപ്പോൾ ഒരു തടി തപ്പാനായിട്ട് ചെയ്യുന്ന പണി എന്നാന്ന് ചോദിച്ചാൽ, അന്ത്യോക്യക്കാരൻ നിക്കോലാവയസ് എന്നും പറഞ്ഞ് ഒരാളുണ്ടായിരുന്നല്ലോ. 7 ശുശ്രൂഷകന്മാരെ തിരഞ്ഞെടുത്തു. അതിൽ ആ നിക്കോലാവയസ് ഏതാണ്ട് ഒരു വേദവിപരീതം പഠിപ്പിച്ചെന്നും അവൻ്റെ പുറകെ കുറച്ച് പേർ പോയെന്നും അവരാണ് നിക്കോലാവ്യരായിട്ട് മാറിയെന്നൊക്കെ ചുമ്മാതെ ചരിത്രമില്ലാത്ത തെളിവില്ലാത്ത ഊഹാപോഹം. ആക്ച്വലി ഞാനത് സംബന്ധിച്ചുള്ള നിക്കോലൈറ്റാനിസം എന്നുള്ള പുസ്തകം ഞാൻ ആധികാരികമായി ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, സഭ, ഞാൻ അവിടെ ചിങ്ങവനത്ത് ഒരു ഡോക്ടറുടെ വീട്ടിൽ പതിവായിട്ട് സഭയെക്കുറിച്ച് ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഇന്നലെ ഉണ്ടായിരുന്നു. സഭയെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഹയറാർക്കി, ഇറ്റ് ഈസ് എ ബ്രദർഹുഡ്. മനസ്സിലാകുന്നുണ്ടോ? സഭ ഒരു മേൽഭരണ സമ്പ്രദായമല്ല, അതൊരു സഹോദര സമൂഹമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്ന എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലനോ മറ്റ് അപ്പോസ്തലന്മാരോ ഒക്കെ ലേഖനങ്ങൾ എഴുതുമ്പം വായനക്കാരെ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? സഹോദരന്മാരെ, 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 സഹോദരന്മാരെ. അന്നേരം വായനക്കാർക്ക് വേണേൽ അങ്ങോട്ടും വിളിക്കാം, സഹോദര പൗലോസേ. അന്നേരം പൗലോസ് പറയും, എന്തോന്ന് വിളിക്കും. ഒരേ അപ്പനിൽ നിന്ന് ജനിച്ച മക്കളെല്ലാവരും അവർക്ക് പ്രായവ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവർ ഒരേ സാഹോദര്യമുള്ളവരാണ്. ദേ ആർ ബ്രദേഴ്സ്. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ പട്ടത്ത സഭ ഈ വ്യാഖ്യാനത്തെ കളഞ്ഞിട്ട് അവർ വേറൊരു കെണിയിൽ വീണിരിക്കുകയാണ്. അതിന് എൻ്റെ ഒരു ആശയം നിങ്ങൾക്ക് ചിന്താക്കുഴപ്പമൊന്നും വരുത്തരുത്. ഈ പട്ടത്ത സഭയിലെ ഒരു മെത്രാപ്പോലീത്ത, ഒരു ബിഷപ്പ്, ഈ റോഡിൽ കൂടെ കാറിൽ ഇങ്ങനെ പോകുന്ന സമയം, ആരും അത് പരീക്ഷിച്ച് നോക്കല്ലേ, അപകടമൊന്നും വരുത്തല്ലേ. ആ കാർ അവിടെ ഒന്ന് സ്ലോ ചെയ്തപ്പോൾ ഒരു മെത്രാപ്പോലീത്ത അതിനകത്ത് ഇരിപ്പുണ്ട്. അങ്ങോട്ട് അടുത്ത് എന്ന്, സഹോദരന് സുഖമാണോ എന്നൊന്ന് ചോദിച്ച് വിവരം പിറ്റേ ദിവസത്തെ പത്രത്തിൽ കാണും. എന്താ പത്രത്തിൽ വരുന്ന ന്യൂസ്? കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഒരു മെത്രാപ്പൊലീത്തായെ തിരുവനന്തപുരം പട്ടണത്തിൽ വെച്ചൊരുത്തൻ അപമാനിച്ചു. എന്തോ അപമാനിച്ചത്? സഹോദര എന്ന് വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെങ്കിലും അല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എനിക്കറിയാം, ഞാൻ കത്തോലിക്ക ഹൈസ്കൂളിലൊക്കെ പഠിച്ച് അച്ഛന്മാരായ എൻ്റെ ടീച്ചേഴ്സ് പലരും അച്ഛന്മാരായിരുന്നു. എനിക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ടറിയാം. ഒരു കത്തോലിക്ക പിതാവിന് ഒരു സപ്പോസ് ഒരു 60 വയസ്സുണ്ടെന്ന് ഇരിക്കട്ടെ. അദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടായി. ആ മകനെ പട്ടത്വത്തിന് വിട്ടു. അയാളൊരു ബിഷപ്പ് ആയപ്പം ബിഷപ്പിന് വയസ്സ് 30. എന്നെ കേൾക്കുന്നുണ്ടോ? അപ്പന് 60 വയസ്സ്, മകന് 30 വയസ്സ്. എങ്ങനെയാ വിളിക്കേണ്ടതെന്നറിയാമോ? അപ്പൻ മകനെ വിളിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? പിതാവ് എന്ന്. ഇങ്ങനൊരു കെണിയിലായി ഇപ്പം വന്നിരിക്കുന്നത്. ഞങ്ങളൊരു പാട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഈ ചെറുത് മുതൽ ഈ മേലോട്ട് പട്ടക്കാരോട് ഷമ്മാശന്മാർ ഏർപ്പാടാക്കി കർത്താവിവരെ ഭൂമിയതിങ്കൽ നിയമിച്ചാരിവർ അനിശം തന്നുടെ സഭയെ ഇവിടെ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളതാലേ. അത് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കാനായിട്ട് ചമ്മാച്ചൻ, അതിൻ്റെ മുകളിൽ അച്ഛൻ്റെ മുകളിൽ കോർപ്പിസ്കോപ്പ, അതിൻ്റെ മുകളിൽ റമ്പാച്ചൻ്റെ മുകളിൽ മെത്രാച്ചൻ്റെ മുകളിൽ സീനിയർ മെത്രാപ്പൊലീത്ത, അതിൻ്റെ മുകളിൽ കാതോലിക്കോസ്, അതിൻ്റെ മുകളിൽ പാത്രികീസ് ബാവ. ഇങ്ങനെ ആക്കി വെച്ചെന്ന് നമ്മുടെ കർത്താവ്. നോ, വേദപുസ്തകത്തിലില്ല. കർത്താവ് ഒരു സഹോദര സമൂഹത്തെ മാത്രമേ ലോകത്തിൽ സ്ഥാപിച്ചിട്ടുള്ളൂ. ചേച്ചി ഈസ് എ ബ്രദർഹുഡ്. നമുക്കൊരൊറ്റ അപ്പനേ ഉള്ളൂ. ആ അപ്പനിൽ നിന്ന് ജനിച്ചവരെല്ലാവരും മക്കളെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് നിക്കോലാവ്യ ഉപദേശം മീൻസ്, ആ വാക്ക് ശരിക്കും വ്യാഖ്യാനിച്ചാൽ നിക്കോസ് മീൻസ് ടു കോൺകർ, ലാവോസ് മീൻസ് പീപ്പിൾ. സാമാന്യ ജനങ്ങളെ കീഴടക്കി
അവരുടെ മേൽ അധികാരം സ്ഥാപിക്കുന്ന തന്ത്രമാണ് നിക്കോലാവ്യ മതം. ഈ നിക്കോലാവ്യ തന്ത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലുണ്ട്. ഇവിടുത്തെ ബ്രാഹ്മണിസം, അത് കേട്ടോ, ബ്രാഹ്മണർ ഇവിടുത്തെ ആത്മീയം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് അവരാണ്. രാജാക്കന്മാരെ വരെയും വാഴിക്കാൻ അവർക്കാണ് അധികാരം എന്നവർ ക്ലെയിം ചെയ്തു. അതുകൊണ്ട് ഈ നിക്കോലാവ്യ ഉപദേശം എന്ന് പറയുന്നത് മതങ്ങളിലെല്ലാം സാത്താൻ ഇങ്ങനെ കെട്ടിപ്പടുത്ത് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ദുരുപദേശങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിൽ നിക്കോലാവ്യ ഉപദേശത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കരുത്. എൻ്റെ കൂടെ ഒരേ സമയത്ത് തന്നെ ഇറങ്ങിയ ഒരു തിങ്ങേലി തോമസ് കത്തനാരെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കൈപ്പൊക്കാമോ? ചിലരൊക്കെ കണ്ടിട്ടുണ്ട്. രാജൻ സാർ കണ്ടിട്ടുണ്ട്. എന്നേക്കാളൊക്കെ നല്ല കൃപാവരങ്ങളൊക്കെ ഉള്ള ഒരു അച്ഛനായിരുന്നു, നല്ല മനുഷ്യൻ. പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഒരുമിച്ച് അനേക ശുശ്രൂഷകൾക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം ഭൂതങ്ങളൊക്കെ ശാസിച്ച് ഭൂതം വിട്ടുപോകുന്ന കണ്ടിട്ടുണ്ട്, അല്ലാതെ കേട്ട് കഴിയുമൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ മെത്രാപ്പോലീത്തയുടെ കാര്യം പറയുമ്പോൾ താൻ അറിയാതെ അങ്ങ് കൂനിപ്പോവുക. അഭിവന്ദനതിരുമേനി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അച്ചോ അവരെയൊക്കെ നമ്മൾ അപമാനിക്കരുത്, ബഹുമാനിക്കണം. പക്ഷെ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം അവർക്ക് കൊടുക്കരുത്. അച്ഛൻ്റെ സത്യത്തെ ഞാൻ പറയുന്ന അച്ഛനെന്ന് കേട്ടെ, ഞാൻ എന്നെ മുടക്കിയ മെത്രാപ്പോലീത്തായെക്കുറിച്ച് പറയുമ്പം ബഹുമാനപ്പെട്ട മെത്രാപ്പോലീത്ത എന്നേ പറയുള്ളൂ. അച്ഛൻ പറയുന്നത് അഭിവന്യാണ്. അടുത്ത പ്രാവശ്യം ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് പറയും. പിന്നെയും സ്റ്റേജ് കിട്ടുമ്പം അഭിവന്യാന്ന് പറയും. അവസാനം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അഭിവന്യ തിരുമേനി പിടിച്ചുകൊണ്ട് പോയി. ഒരു കുഷ്ഠരോഗം ബാധിച്ച് അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. സന്തോഷിച്ച് പറയുകയല്ല, ദുഃഖം കൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ദുരുപദേശങ്ങളെയാണ് നമ്മൾ ആദ്യമായിട്ട് എതിർക്കേണ്ടത്. ദുരുപദേശങ്ങൾ. ഒരുത്തൻ്റെ ഈ ഇടയ്ക്ക് ഒരു കാര്യം പറയാം, പിന്നെ പ്രായോഗിക ജീവിതം നിസ്സാരമാണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ പ്രായോഗിക ജീവിതത്തിലെ തെറ്റ് മുഖ്യമായും ആ വ്യക്തിക്ക് മാത്രമേ ബാധകമായിരിക്കുകയുള്ളൂ. ഞാനിപ്പോൾ കള്ളുകൂടിയനായതുകൊണ്ട് എൻ്റെ കുടുംബത്തെ എല്ലാവരും കള്ളുകൂടിയർ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഞാൻ ദുരുപദേശം പഠിപ്പിക്കുന്നവനാണെങ്കിൽ അത് സാംക്രമിക രോഗം പോലെ അത് അനേകർക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ദുരുപദേശങ്ങളെ ചെറുത്ത് നിൽക്കുവാൻ പൗലോസ് പത്രോസിനെ ചെറുത്ത് നിന്നതുപോലെ അക്കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കണ്ടോ, എപ്പിക്കൂരിയൻസ്, സ്റ്റോയിക്കര്, കള്ള എഴുത്തുകാരായ ശാസ്ത്രിമാർ, ഇങ്ങനെ ജനത്തെ തെറ്റിക്കുന്ന ആളുകളെ ഒക്കെ വിശുദ്ധന്മാർ അതാത് കാലങ്ങളിൽ അത് എതിർത്തിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യെസ്. അതുകൊണ്ട് ഈ നാളുകളിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇപ്പോൾ ഒരു സ്റ്റോപ്പ് തരാൻ ഉദ്ദേശിക്കുകയാണ്. ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ 3 നാമങ്ങൾ ഇന്നും ത്രിത്വം എന്തുവാ, ത്രിയേകത്വം എന്തുവാ, ഒരു ദൈവമെന്ന് പറയുമ്പോൾ ഈ ത്രിയേക ശബ്ദത്തിന് എന്താ പ്രസക്തി എന്നൊക്കെ അറിയാൻ വയ്യാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ. കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞാണ് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞ എങ്ങനെയാണ്, ഞാൻ പോയാൽ കാര്യസ്ഥനെ എൻ്റെ പിതാവ് നിങ്ങൾക്ക് അയക്കും. അയക്കുന്നത് എൻ്റെ നാമത്തിലാണ്. ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് വരുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. എന്നിട്ട് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ വേറെ ഒരു ഉപദേശം നിങ്ങൾക്ക് പഠിപ്പിക്കാതെ ഞാൻ ഉപദേശിച്ച് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തും. കർത്താവിൻ്റെ വാക്കുകളാണ്. പരിശുദ്ധാത്മാവ് ഒരു സ്വന്തം ഉപദേശം പറയാതെ ഞാൻ ഉപദേശിച്ചെന്ന വാക്കുകളെ റിമൈൻഡ് ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ സത്യത്തെ ഓർമ്മിപ്പിക്കുവാൻ. അതുകൊണ്ട് അടുത്തത് കേൾക്കണോ, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ മഹത്വപ്പെടുത്തും. പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു അനുഭവം യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടും. ഞാൻ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നു. ഞാൻ കൊച്ചു പൈതലായിരിക്കുന്ന കാലത്ത് ഞങ്ങളുടെ അടുത്ത് മാർത്തോമാക്കാരുടെയൊക്കെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഞാനത് കേൾക്കാനായിട്ട് പോകും. ആരും വിളിച്ചിട്ടൊന്നുമല്ല, ഞാൻ പോയിരുന്ന് കേൾക്കും.
ഒരു കാല് വയ്യാത്ത കുഞ്ഞപ്പി ഉപദേശിയൊക്കെ പ്രസംഗിക്കുന്ന ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അച്ഛന്മാരൊക്കെ പുള്ളിയുടെ മുമ്പിൽ പേടിച്ചായിരിക്കുന്നത്. ഒരു തലവടി കുഞ്ഞപ്പി ഉപദേശി എന്നും പറഞ്ഞൊരു ഉപദേശി. ഒരു പ്രാവശ്യം ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട്. അച്ഛന്മാരെല്ലാം രക്ഷിക്കപ്പെടാൻ ആരുണ്ട് എന്ന് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛന്മാർ കുറേ പേരിങ്ങനെ വെഞ്ചേരിങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കുമ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, അച്ഛന്മാരെ കുപ്പായമൊക്കെ ഇട്ടുകൊണ്ട് ഇരിക്കുന്നത് നല്ലതല്ലേ, ഗുണപ്പെട്ടതാണോ? അതിൻ്റെ മുമ്പിൽ അച്ഛന്മാർ ചൂടുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ആയുഷ്കാലം തന്നെ പുറകോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷയോഗം എന്ന് പറഞ്ഞാൽ ഉടനെ അവിടുത്തെ പ്രതിഭാസങ്ങൾ മാനസാന്തരം, ആത്മരക്ഷ. ആളുകൾ നനഞ്ഞ കണ്ണുകളുമായിട്ടാണ് പോകുന്നത്. കർത്താവിനോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചാണ് ഇറങ്ങിപ്പോകുന്നത്. അതൊക്കെ അങ്ങ് പോയി കേട്ടോ. ഇപ്പം എവിടെയെങ്കിലും ഒരു യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടല്ലോ, അല്ലേ നാളുകൾക്ക് ശേഷം നിങ്ങളൊന്ന് നോക്കിയേ, തമ്മി കാണുന്നുണ്ടെങ്കിൽ ആദ്യം ചോദിക്കുന്നത് പെണ്ണിനെ കെട്ടിച്ചെടുത്ത സുഖമാണോ? കുഴപ്പം അയ്യോ അതൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളാ, പക്ഷെ ഒന്നാം കാര്യമൊന്നുമല്ല. വേറെ ചിലർ കണ്ടാൽ ഉടനെ ചോദിക്കുന്നത് ഷുഗറുണ്ടോ, പ്രഷറുണ്ടോ? ഉടനെ സഹോദരി പറയുന്നത് കർത്താവിൻ്റെ ദാസൻ്റെ സോക്കേട് തന്നെയാണ് ഞങ്ങൾക്കും. കർത്താവിൻ്റെ ദാസന് ചില പ്രത്യേക രോഗങ്ങൾ ഇങ്ങനെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിനക്ക് ഒന്നാം കാര്യം ചോദിക്കാനില്ലേ? രക്ഷിക്കപ്പെട്ടതാണോ? ഇന്ന് കർത്താവ് വന്നാൽ അവനോടുകൂടെ ചിറകടിച്ച് പോകുമോ എന്നൊക്കെ പിതാക്കന്മാർ ചോദിച്ച സ്ഥാനത്ത് നീ എന്തുവായി ചോദിക്കുന്നത്? സമയം ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. വിശ്വാസത്യാഗം എന്ന് പറയുന്നത് അവിശ്വാസികളെ ബാധിക്കുന്നത് അല്ല, വിശ്വാസികളെ ബാധിക്കുന്ന ഉള്ളവനല്ലേ ത്യാഗം ചെയ്യാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പെന്തക്കോസ്ത് ഗോളം തന്നെ ഒന്നും മാനസാന്തരപ്പെടേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുക. അതുകൊണ്ട് ദുരുപദേശങ്ങളെ കണ്ടറിഞ്ഞ് ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് വെറുക്കുന്നതായിട്ടുള്ള പാപങ്ങൾ നമ്മളിൽ നമ്മുടെ ജനത്തിൻ്റെ ഇടയിലും കടന്നുകൂടുന്നതിനെയും കണ്ടറിഞ്ഞ് അതിനെ ഒഴിവാക്കി ഒരു വിശുദ്ധ സഭയെ ഒരുക്കിയെടുക്കുവാൻ ഈ നാളുകളിൽ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കൈകളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം.